വൈദിക വിചാര സമിതിയുടെ പ്രഭാഷണ പരമ്പരയുടെ 3-ാം ദിവസമായിരുന്നു. പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീ സുനിലേട്ടൻ, അദ്ദേഹം സുനിൽ മടവാക്കര എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നത്തെ പ്രഭാഷണത്തിലുള്ള അതിൻ്റെ എടുത്തു പറയാവുന്ന ഏറ്റവും ആദ്യത്തെ വ്യത്യാസം മനുഷ്യരാണ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ ക്ഷേത്രസന്നിധിയിൽ ഈ സന്ധ്യാസമയത്ത് ശ്രീ കുരുംബ ഭഗവതിയുടെ അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും വിനീതമായ നമസ്കാരം. സംസ്കൃതിയെ പ്രതിരോധിക്കുന്നതിൽ ഭാഷയുടെ പങ്ക് എന്നതാണ് ഇന്നത്തെ വിഷയം. സംസ്കൃതിയെ പ്രതിരോധിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സംസ്കൃതിയെ പ്രതിരോധിക്കുക എന്നുള്ളതല്ല. നമ്മുടെ സംസ്കാരത്തിനും മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിനു നേരെ കടന്നുകയറ്റം നടത്തുന്ന, അധിനിവേശം നടത്തുന്ന, നമ്മുടെ സംസ്കാരത്തിന്റെ മേലെ പടയോട്ടം നടത്തുന്ന മറ്റ് സംസ്കൃതികളോ നാഗരികതകളോ മറ്റേതോ ശക്തികളോ എന്തോ ആകട്ടെ, സാമ്രാജ്യത്വ ശക്തികളോ അല്ലെങ്കിൽ സാംസ്കാരിക ശക്തികളോ അല്ലെങ്കിൽ നാഗരിക ശക്തികളോ ആയിട്ടുള്ള എന്തൊക്കെ നമ്മുടെ ഭാഷയ്ക്ക് നേരെ നടത്തുന്ന അധിനിവേശമുണ്ടോ ആ അധിനിവേശങ്ങളെയെല്ലാം ചെറുത്തു തോൽപ്പിക്കുന്നതിന്, നമ്മുടെ സംസ്കാരത്തെ കാത്തുരക്ഷിക്കുന്നതിന്, സംസ്കാരത്തിന്റെ ഈടുവയ്പ്പുകളെ മുഴുവൻ സംരക്ഷിച്ചു നിലനിർത്തുന്നതിന് എങ്ങനെയാണ് ഭാഷ ഒരു ഉപാധിയായത്, ആയുധമായി തീർന്നത്, ഭാഷ എങ്ങനെയാണ് ഒരു സംസ്കൃതിയെ പ്രതിരോധിക്കാനുള്ള ഉപകരണമായി മാറിയത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാനുള്ള വിഷയം എന്ന് പറയുന്നത്. തീർച്ചയായും ഏത് ഭാഷയാണ് എന്നത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ നമുക്ക് തർക്കം ഇല്ല ആ കാര്യത്തിൽ ഏത് ഭാഷയെ കുറിച്ചാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച്. നമ്മുടെ സ്വന്തം മാതൃഭാഷയ്ക്ക് എങ്ങനെയാണ് ഈ സാംസ്കാരിക പ്രതിരോധത്തിൽ അതിന് എന്തൊക്കെയാണ് ചെയ്ത് വയ്ക്കാൻ കഴിഞ്ഞത്, ഏതൊക്കെ നിലയിലാണ് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്, എന്തെല്ലാമാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നത്, ആരൊക്കെയാണ് അതിന് ചുട്ടുപിടിച്ച് അല്ലെങ്കിൽ അതിന് നാന്ദി കുറിച്ചവരായിട്ടുള്ള ആളുകൾ എന്നതിനെ കുറിച്ചെല്ലാം കുറച്ച് സംസാരിക്കാം, കുറച്ച് ചർച്ച ചെയ്യാം, പങ്കുവയ്ക്കാം എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ചില ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ അവരുടെ സംസ്കാരം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകളുടെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാക്കും അവരുമായി സംസർഗം കൂടാൻ പറ്റിയതാണോ എന്ന്. ചിലരുടെ സംസാരം കേട്ടാൽ സാധിക്കും അവരുമായിട്ട് അടുക്കാൻ എന്താണ് വഴി എന്ന്, അവരോട് സംസർഗം ഉണ്ടാകാൻ, അവരുമായി സംവദിക്കാൻ, അവരോടുള്ള സഹവാസത്തിനുള്ള സാധ്യത എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഏറ്റവും നല്ല ഉദാഹരണം രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൂരെ സുഗ്രീവ കാട്ടിലേക്ക് പോകുന്ന ശ്രീരാമനും അതുപോലെ ലക്ഷ്മണനും സീതാദേവിയും എല്ലാം കാട്ടിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ ഭക്ത ഹനുമാനുമായിട്ട് കൂട്ടിമുട്ടുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തിൽ ഹനുമാനെ കുറിച്ച്, ഹനുമാൻ ഒരു വാനരവീരൻ, ചില പരാക്രമങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവൻ ആരെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു വിടുന്ന സമയത്ത് തിരിച്ചു വന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളുണ്ട്, ലക്ഷ്മണൻ പറയുന്ന കാര്യങ്ങളുണ്ട്. ആരാണ് അവിടെ വന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇദ്ദേഹം നല്ല ഭാഷയിൽ സംസാരിക്കുന്നവരാണ്, നല്ല വടുവാണ് എന്ന്, അവൻ പണ്ഡിതനാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല. നല്ല വൈയാകരണനാണ്, വ്യാകരണം കൃത്യമായി പറഞ്ഞുകൊണ്ട് അവൻ സംസാരിക്കുന്നുണ്ട്. അവന്റെ ഭാഷ ലളിതമാണ്, സരസമാണ്, ഹൃദയാവർജകമാണ്, ഹൃദയത്തെ കീഴടക്കുന്നതാണ്. അതുകൊണ്ട് ആ വന്നിരിക്കുന്നവൻ എന്തു തന്നെയായാലും അപകടകാരിയല്ല, അവൻ നമുക്ക് ഹിതകാരിയാണ്, നമുക്ക് ഹിതം ചെയ്യുന്നവരായിരിക്കും എന്ന കാര്യത്തിൽ സംശയം ഏതുമില്ല. അതുകൊണ്ട് നമുക്ക് അവനെ ആനയിച്ച് നമ്മുടെ കൂട്ടത്തോട് ചേർക്കാൻ
ഒരു വിധത്തിൽ പോലും താമസം വേണ്ട എന്ന് അറിയിക്കുന്നുണ്ട്. ശ്രീരാമൻ തന്നെ പറയുന്നുണ്ട്, അവന്റെ വാക്കുകൾ കേട്ടില്ലേ, അവന്റെ ശബ്ദം കേട്ടില്ലേ, അവന്റെ വാക്കുകളുടെ വ്യാകരണ ശുദ്ധി കേട്ടില്ലേ, ഒരു അപശബ്ദം പോലുമില്ല, ഒരു തെറ്റായ വാക്കുച്ചരിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭക്ത ഹനുമാന്റെ ഭാഷാശുദ്ധിയെ വിലയിരുത്തിക്കൊണ്ട് കൂടെ കൂട്ടേണ്ടവനാണ്, നമ്മുടെ കൂട്ടത്തിൽ അഗ്രജനായിട്ട് നിർത്തേണ്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ചേർക്കുകയാണ് ശ്രീരാമൻ ചെയ്യുന്നത്. അപ്പോൾ ഭക്ത ഹനുമാനെ പോലുള്ള ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ, അയാളുടെ പരിപൂർണ സത്തയെ മനസ്സിലാക്കിയെടുക്കുന്നതിന് കേവലം അയാൾ നടത്തിയ ചില സംഭാഷണങ്ങളെ കൊണ്ട് സാധിച്ചുവെങ്കിൽ ഭാഷ നമ്മുടെ വ്യക്തിത്വത്തിന്റെ അടയാളമാണ്. ഭാഷ നമ്മുടെ സംസ്കാരത്തിന്റെ അടയാളമാണ്. ഭാഷ നമ്മുടെ സമ്പൂർണമായ തനിമയുടെ അടയാളമാണ് എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. അങ്ങനെയുള്ള നമ്മുടെ ഭാഷ, അത് നമുക്കറിയാം, മലയാളമാണ് നമ്മുടെ ഭാഷ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് ആദ്യ കാലഘട്ടത്തിൽ ഭാഷയുടെ പേരല്ല, മലയാളം എന്നത് ദേശത്തിന്റെ പേരായിരുന്നു. നമ്മുടെ കേരള ദേശത്തിന്റെ ആദ്യ പേരായിരുന്നു മലയാളം എന്നുള്ളത്. ആ സമയത്ത് ഭാഷയ്ക്ക് വിളിച്ചിരുന്ന മലയാണ്മ എന്നായിരുന്നു. മലയാള ദേശത്ത് പറയുന്ന ഭാഷ മലയാണ്മ എന്നുള്ള വിധത്തിലാണ് ഇതിനെ വ്യവഹരിച്ചിരുന്നത്. മലയാള ദേശത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകളെ കുറിച്ച് വലിയ മഹാഭാരതത്തിന്റെ പോലും പരാമർശമുണ്ട്. ഇവിടെ വന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ടുള്ള ആളുകൾ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത് ആ യുദ്ധത്തിൽ പങ്കെടുത്ത രണശൂരന്മാരായിട്ടുള്ള പടയാളികൾക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി വൻതോതിൽ സദ്യ ഒരുക്കി കൊടുത്ത പെരുംചോറ്റുനാട് എന്ന് പ്രസിദ്ധനായ ചേര രാജാവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കേരള എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പുരാണങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് ഈ ദേശവാചിയായിരുന്നു, ദേശത്തിന്റെ പേരായിരുന്നു, നാടിന്റെ പേരായിരുന്നു. പിന്നീടാണ് അത് ഭാഷയുടേതായിട്ട് മാറിയത്. അപ്പോ അങ്ങനെ ഉള്ള ഈ മലയാളത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ദേശവാചിയായ ഈ ശബ്ദത്തിൽ നിന്നാണ് നമ്മുടെ മലയാള ഭാഷ ഉണ്ടായത്. അതിൽ നിന്നാണ് പിന്നീട് സംസ്കാരം ഉണ്ടായത്, അല്ലെങ്കിൽ അതിനോടൊപ്പമാണ് സംസ്കാരം ഉണ്ടായത്. മലയാള സംസ്കാരം എന്നുള്ളത്, അല്ലെങ്കിൽ കേരള സംസ്കാരം എന്നുള്ളത്, കേരള ദേശം എന്നുള്ളത്, കേരള ഭാഷ എന്നുള്ളത്, ഇത് മൂന്നും ഒരുപോലെ പരിഗണിക്കപ്പെടുന്ന ഒന്നാണ്. അല്ലെങ്കിൽ മലയാളം എന്ന് പറയുന്ന വാക്ക് ഭാഷാവാചിയാണ്, അതൊരു ദേശവാചിയാണ്, അതൊരു സംസ്കാരവാചിയാണ്. ഈ മൂന്നിനെയും കുറിക്കുന്ന ഒന്നാണ് മലയാളം എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, മലയാളം ചീത്തയായാൽ, മലയാളം നശിച്ചാൽ, മലയാളം മൺമറന്നു പോയാൽ, മലയാളം മോശമായി പോയാൽ അത് ഈ മൂന്നിനെയും ബാധിക്കുമെന്നുള്ളതാണ്. ഭാഷയെ ബാധിക്കും, ഈ ദേശത്തെ ബാധിക്കും, ഈ ഭാഷയിൽ രൂപപ്പെട്ടു വന്ന അല്ലെങ്കിൽ ഭാഷയുടെ ഒപ്പം വളർന്നു വന്ന ഇവിടുത്തെ സംസ്കാരത്തെയും ബാധിക്കും. അങ്ങനെയാണ് എങ്കിൽ ഇത് ഒരു വേറിട്ട സംസ്കാരമാണോ മലയാള സംസ്കാരം, കേരള സംസ്കാരം എന്ന സംശയം നമുക്ക് ഉണ്ടാകാം. ഭാരതത്തിൽ ചിരന്തനമായി എത്രയോ ആയിരത്താണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി പുലർത്തി വരുന്ന മഹത്തരമായ ഒരു സംസ്കൃതിയുടെ തുടർച്ച തന്നെയല്ലേ നമ്മുടെ കേരളത്തിലെയും അല്ലെങ്കിൽ കേരള സംസ്കാരം എന്ന് പറയുന്നതും. അത് വേറിട്ടതാണോ, കേരള സംസ്കാരം എന്ന് പറയുന്നത് വേറെയാണോ എന്ന് തോന്നാവുന്ന, അല്ലെങ്കിൽ എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഏതാണ് നമ്മുടെ യഥാർത്ഥ സംസ്കാരം? മലയാള ഭാഷ ഉച്ചരിച്ചുകൊണ്ട് ഊണിലും ഉറക്കത്തിലും ഭക്ഷണത്തിന്റെ സമയത്തും പോരാടുമ്പോഴും പൊഴുതുമ്പോഴും എഴുതുമ്പോഴും വായിക്കുമ്പോഴും ചിരിക്കുമ്പോഴും കരയുമ്പോഴും വികാരങ്ങളും വിചാരങ്ങളും പങ്കുവെക്കുമ്പോഴും ഒക്കെ നാം ഉപയോഗിക്കപ്പെടുന്ന നമ്മുടെ ജീവനായ ഈ ഭാഷ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്കാരം അത് വേറിട്ടതാണോ വേറെയാണോ എന്ന് സംശയം തോന്നുന്ന സമയത്ത് എപ്പോഴും സംശയങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ആശ്രയിക്കാവുന്നത് നമ്മുടെ പൂർവികർ ഇതിനെ കുറിച്ച് എന്തു പറഞ്ഞു, നമ്മുടെ വേരുകളിലേക്ക് നമ്മൾ അന്വേഷിച്ചു പോകണം, നമ്മുടെ പൈതൃകത്തിലേക്ക് അന്വേഷിച്ചു
അനുസരിച്ച് പോകണം. നമുക്ക് മുന്നേ ഇവിടെ ജീവിച്ചവരായ മഹത്തുക്കളായിട്ടുള്ള ആളുകൾ, കടന്നുപോയവരായിട്ടുള്ള ആളുകൾ, അവർ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു വച്ചിരിക്കുന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ്, ആ പൈതൃകത്തിന്റെ വേരുകൾ തേടിപ്പോകുമ്പോഴാണ് യഥാർത്ഥ സത്ത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ശരീരവും മനസ്സും കൈരളിക്ക് നിവേദിച്ച് ഒരു പരിപ്രാജകനെ പോലെ അലഞ്ഞു നടന്ന് നിലാനദിയുടെ, ഭാരതപ്പുഴയുടെ തീരത്ത് നിലാവുള്ള രാത്രികളിൽ മലർന്നു കിടന്ന് ആകാശത്തുള്ള നക്ഷത്ര കുഞ്ഞുങ്ങൾക്ക് സ്വന്തം ഓട്ടക്കീശയിൽ നിന്ന് മിഠായികൾ വാരി വലിച്ചെറിഞ്ഞു കൊടുത്ത് ആ മലയാളത്തിന്റെ അങ്ങനെ പൊട്ടിച്ചിരിച്ച ഒരു കവി നമുക്കുണ്ടായിരുന്നു. കേരളത്തിന്റെ കാവ്യനർത്തകയുടെ കനകച്ചിലമ്പൊലി കേട്ട് ഉന്മത്തനായി തന്നെ മറന്നു പാടിയ മനോഹരമായ കവിതകൾ കൊണ്ട് ഈ കാവ്യലോകത്തെ ഏറ്റവും ശോഭനമാക്കിയ മലയാളിയുടെ പ്രിയങ്കരനായ കവി പി കുഞ്ഞിരാമൻ നായർ പദ്യത്തെ പോലെ മനോഹരമായ കാവ്യാത്മകമായ കവിത പോലെ ഒഴുക്കുന്ന ഭാഷയിൽ ഗദ്യത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: പരമാർത്ഥത്തിൽ ഗംഗയും നിളയും രണ്ടല്ല, ശ്രീ കാശിയും ഗോകർണവും രണ്ടല്ല, കേരള സംസ്കാരവും ഭാരത സംസ്കാരവും രണ്ടല്ല, തുഞ്ചത്താചാര്യനും തുളസീദാസും രണ്ടല്ല, ശിവജിയും പഴശ്ശിത്തമ്പുരാനും രണ്ടല്ല, കേരള സംസ്കാരവും ഭാരത സംസ്കാരവും ഒന്നു തന്നെയാണ് എന്ന് കവി പി കുഞ്ഞിരാമൻ നായർ പറയുകയാണ്. അപ്പോൾ ഏതാണ് ഈ സംസ്കാരം എന്നതിനെ കുറിച്ച് അല്പം പോലും സംശയമില്ലാതെ മലയാളം എന്ന് കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മളുടെ മനോമുകുരങ്ങളിൽ ഉയർന്നു വീഴുന്ന കലയുടെയും സാഹിത്യത്തിന്റെയും നാടൻ ജീവിതത്തിന്റെയും നാടോടി ജീവിതത്തിന്റെയും ഇവിടുത്തെ ഭക്ഷണത്തിന്റെയും കാലാവസ്ഥയുടെയും ഇവിടുത്തെ കണക്കിന്റെയും ഇവിടുത്തെ ജ്യോതിശാസ്ത്രത്തിന്റെയും ഇവിടുത്തെ പഞ്ചാംഗത്തിന്റെയും ഇവിടുത്തെ കലയിരുതിന്റെയും ഇവിടുത്തെ നാട്ടുവൈദ്യത്തിന്റെയും ഇവിടുത്തെ തുലാവർഷ പച്ചകളെ കുറിച്ചും അടക്കമുള്ള നമ്മുടെ മനസ്സിൽ മനോമുകുരങ്ങളിൽ മലയാളം എന്ന് കേൾക്കുമ്പോൾ ഉയർന്നു വരുന്നത് എന്തൊക്കെയെല്ലാം ഉണ്ടോ അതൊക്കെ തന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ ഈടുവയ്പ്പുകളാണ്. അതൊക്കെ ഈ മലയാളം ഉൽപ്പാദിപ്പിച്ച സംസ്കാരത്തിന്റെ ഉപാധികളാണ്. അതൊക്കെ ഈ മലയാള ഭാഷ രൂപപ്പെടുത്തിയെടുത്തിയ സാംസ്കാരിക ജീവനത്തിന്റെ ഉറവകളാണ്, ഉറവൊലികളാണ് എന്നതാണ്. അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നത് സംസ്കാരം കൂടിയാണ്. ഭാഷയിലൂടെയാണ് സംസ്കാരം കടന്നു വരുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഭാഷയിലൂടെ സംസ്കാരം കടന്നു വരിക? നമുക്ക് എല്ലാവർക്കും ചിരപരിചിതമായ നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളുടെ, മക്കളുടെ, അച്ഛനമ്മമാരുടെ, മുത്തശ്ശന്മാരുടെ, മുത്തശ്ശിമാരുടെ ഒക്കെ പിറന്നാൾ ആഘോഷിക്കുന്നവരാണ്. പണ്ടൊക്കെ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിരുന്നത് എന്തായിരുന്നു? ഇന്നൊക്കെ നമ്മൾ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മൊബൈലിൽ പിടിച്ച് ചിത്രീകരിച്ച് പാട്ടൊക്കെ ചേർത്ത് റീൽസ് ഒക്കെ ആക്കി മാറ്റി സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അതിൽ ചെയ്തു വരുന്ന രീതികൾ എന്തൊക്കെയാണ്? മലയാളത്തിന്റെ തനിമയുമായിട്ട് അതിന് ബന്ധമുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാം, കേക്ക് കൊണ്ടുവന്ന് അതിൽ ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ ഇത്ര ആനിവേഴ്സറി എന്തൊക്കെയാണോ എഴുതി വെച്ച് അതിന്റെ മുകളിൽ നിറയെ മെഴുകുതിരികൾ കുത്തി നിർത്തി ആ മെഴുകുതിരികളെല്ലാം കത്തിച്ചു വെച്ച് ഈ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ആഘോഷം ആരുടേതാണോ ആ ആളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് തന്നെ പരമാവധി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ആഞ്ഞ് ഊതി ഇതെല്ലാം ഒറ്റ ശ്വാസത്തിൽ തന്നെ കെടുത്തിക്കൊണ്ട് അങ്ങനെ ഉള്ള വെളിച്ചം കൂടെ ഇല്ലാതാക്കി കഴിഞ്ഞ് അവസാനം എല്ലാവരും കൂടെ കൂട്ടപ്രാർത്ഥന കൈയടിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചിത്രം, ആ ഒരു വീഡിയോ ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ അയച്ച് നൂറുകണക്കിന് ആളുകൾക്ക് കണ്ടില്ല, അറിയില്ല എങ്കിൽ കൂട്ടുകാരോട് വിളിച്ചു പറഞ്ഞ്, കേട്ടില്ലേ, കണ്ടില്ലേ, ഞാൻ അയച്ചത്, അതൊന്ന് പ്രചരിപ്പിച്ചുകൂടി, നാലാൾക്ക് അയക്കണേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണോ എന്നത് ചിന്തിക്കേണ്ടതാണ്. ഇതെങ്ങനെ കടന്നു വന്നു? ഇങ്ങനെയാണോ നാം ഭക്ഷണം അല്ലെങ്കിൽ ഇങ്ങനെയാണോ നാം പിറന്നാൾ ആഘോഷിച്ചത്?
ഇങ്ങനെയാണോ നാം ഷഷ്ടി പൂർത്തി ആഘോഷിച്ചത്? ഇങ്ങനെയാണോ നവതി ആഘോഷിച്ചത്? ഇങ്ങനെയാണോ അശീതി ആഘോഷിച്ചത്? ഇതാണോ സദാഭിഷേകത്തിന്റെ ചടങ്ങ്? ഇതാണോ പിറന്നാൾ ദിവസം ഒരു കുട്ടിയുടെ മുന്നിൽ നാം നടത്തേണ്ടുന്ന കാര്യം? ആ കുട്ടിയുടെ ജീവിതത്തിൽ ജ്ഞാനപ്രകാശത്തെ കെടുത്തിക്കൊണ്ടാണോ ഈ കാര്യം ചെയ്യേണ്ടത്? ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് നീ നടന്ന് കീഴ്പ്പെടുത്തേണ്ട ജ്ഞാനത്തിന്റെ ബന്ധാകാരങ്ങളെ മുഴുവൻ കീഴ്പ്പെടുത്തിക്കൊണ്ട് നിന്റെ ജീവിതം തന്നെ വെളിച്ചമാക്കി മാറ്റുക. നീ മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറുക. ഈ വെളിച്ചമാകുന്ന ഈ അറിവാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ. പ്രജ്ഞാനം ബ്രഹ്മ, പ്രകർഷണയുള്ള ഈ അറിവാണ് യഥാർത്ഥ ഈശ്വരൻ. അറിവാകുന്ന ഈശ്വരന്റെ പ്രതീകമാണ് വെളിച്ചം. അതുകൊണ്ട് അഗ്നിയെ നാം പൂജിക്കണം. അഗ്നിയെ സ്വാഹ ഇതന്ന മമ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിക്ക് വേണ്ടി ആണ് ഞാൻ ചെയ്യുന്നത്, എന്റേതല്ല, എനിക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞ അഗ്നിക്കായിട്ട് ഭൂമിയിലെ സൂര്യദേവന്റെ ഭൂമിയിലെ പ്രതീകമായ മീഡിയമായ ഈ അഗ്നിയെ പ്രണമിച്ചുകൊണ്ട് നാം ഒരു ദിവസവും ആരംഭിക്കുകയും അത് സന്ധ്യാസമയത്ത് ദീപം കൊളുത്തുകയും ഒക്കെ ചെയ്യുന്നു. മനുഷ്യന്റെ എല്ലാ ചടങ്ങുകൾക്കും, ഷോഡശ സംസ്കൃതിയുടെ ഭാഗമായ എല്ലാ ചടങ്ങുകൾക്കും അഗ്നിയെ പ്രണമിച്ച് അഗ്നിയെ ജ്വലിപ്പിച്ച് അഗ്നി സാക്ഷിയായി കൊണ്ടൊക്കെ ചെയ്യുന്ന നമ്മളാണ് ഇത് ചെയ്യുന്നത്. എങ്ങനെ വന്നു ചേർന്നോ? ഹാപ്പി ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കണം. ഹാപ്പി ബർത്ത്ഡേക്ക് ആ പാട്ട് നമുക്ക് പാടണം. ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിച്ചുകൊണ്ടാകണം. ആ കേക്കിന്റെ ഹൃദയം കീറി മുറിച്ചുകൊണ്ട് കത്തിക്കൊണ്ട് അതെടുത്ത് വായിൽ അണ്ണാക്കിലേക്ക് തള്ളി കയറ്റുമ്പോഴാണ് നമ്മുടെ പിറന്നാൾ നാളാൾ ആഘോഷിച്ചു എന്നുള്ളത് വരികയുള്ളൂ. എന്ന് മാത്രമല്ല, ഈ ഒരു സംവിധാനമാണ് ഏറ്റവും പുരോഗമനകരം. ഇത് ചെയ്തില്ലെങ്കിൽ മ്ലേച്ഛനാണവൻ, ഇത് ചെയ്തില്ലെങ്കിൽ പഴഞ്ചനാണവൻ, ഇത് ചെയ്തില്ലെങ്കിൽ കുട്ടികൾ അച്ഛനമ്മമാരെ വിളിക്കും തന്തവൈബ്, തള്ളവൈബ് ഉള്ള ആളുകളാണ്. തന്തവൈബിലും തള്ളവൈബിലും ജീവിക്കുന്ന അച്ഛനമ്മമാർക്ക് എത്രയും പെട്ടെന്ന് യൂത്ത് ആവണം, യങ് ആവണം. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ചെയ്തു വരുന്നു എന്നുള്ളത്. ഓം ശതം ജീവ ശരതോ വർദ്ധമാന ശതം ഹേമന്താൻ ശതമു വസന്താൻ ശതം ഇന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതേ ശതായുഷാ ഹവിക്ഷേമം പുനർദോ എന്ന് ചൊല്ലി ആ കുട്ടിയുടെ നെറുകയിൽ അരിയും പൂവും എറിഞ്ഞ് വിളക്ക് കൊളുത്തി വെച്ച് നാക്കിനയിൽ സദ്യ വിളമ്പി കുട്ടിയോട് ഒരുമിച്ചിരുത്തി ഊട്ടി അവനോട് പറയണം, അല്ലയോ കുഞ്ഞെ, നീ 100 വർഷം ജീവിക്കട്ടെ, സദായുഷ്മാനായിട്ട് മാറട്ടെ. നീ സദായുഷ്മാനായിട്ട് മാറുമ്പോൾ ബൃഹസ്പതിയും ഇന്ദ്രനും സൂര്യനും അഗ്നിയും ഒക്കെ നിന്നിൽ അറിവിന്റെ പ്രകാശം ചൊരിയട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ. 100 സംവത്സരങ്ങൾ, 100 വസന്തങ്ങൾ, 100 ഹേമന്തം, 100 ശിശിരം നിനക്ക് അനുഭവിക്കാൻ ഇടവരട്ടെ. ഈ 100 വർഷങ്ങളിലും ഈ ദേവതകളുടെ പ്രകാശം നിന്നിൽ ചൊരിയട്ടെ എന്ന് പറയുന്ന മംഗളകരമായ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പിറന്നാളോ ശുഭകരമായ കാര്യങ്ങളോ ആരംഭിക്കുന്ന സമയത്ത് ആ കുട്ടിയിലുണ്ടാകുന്ന സാംസ്കാരികമായ മാറ്റം, സ്വാഭാവികമായി അവന്റെ ഹൃദയത്തിലുണ്ടാകുന്ന പരിവർത്തനം, അവന്റെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ചില രേഖപ്പെടുത്തലുകള്, ഇതൊക്കെ അവനെ നന്മയുടെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തും. വിളക്ക് കെടുത്തുന്നവൻ നാളെ മറ്റുള്ളവരുടെ വിളക്ക് കെടുത്തുന്നവനായിട്ട് മാറാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ്? ഭാഷയിലൂടെ സംസ്കാരം കടന്നു വരുന്നത്. ആംഗലേയ ഭാഷയാണ് ശ്രേഷ്ഠം, ഇംഗ്ലീഷാണ് കേമം. അതുകൊണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞില്ലേ, ജനിച്ചെന്നാൽ തൊട്ടൻ മകൻ ഇംഗ്ലീഷ് ചൊല്ലണം, അതിനായി ഭാര്യ തൻ പേര് അങ്ങ് ഇംഗ്ലണ്ടിലാക്കി ഞാൻ. ജനിച്ച നാൾ മുതല് എന്റെ മകൻ ഇംഗ്ലീഷ് പറയണം. അതുകൊണ്ട് എന്റെ എളുപ്പം എന്താ? ഈ നാട്ടിലെ മ്ലേച്ഛ മലയാളം പറയുമല്ലോ, അതുകൊണ്ട് അവൻ കേൾക്കാൻ പോലും അവനൊരവസരം ഉണ്ടാവരുത്. അമ്മയുടെ എഴുത്തുകൾ എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ്സിലെ കവിതയുണ്ട്. അമ്മ മകനയച്ച കത്തുകളാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഭാര്യ വീട് മോടി കൂട്ടുന്ന സമയത്ത്, ഈ കത്തുകൾ കിട്ടുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറയാണ്, പിന്നിലെ ചായ്പിയിലൊളിച്ചാലറിയില്ല കുട്ടികൾ. ഇതെങ്ങാനും വീടിന്റെ പിന്നാമ്പുറത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചോളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ കുട്ടികൾ അറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികള് ഈ എഴുത്ത് വായിച്ചു പോകും, ഈ ഭാഷ പഠിച്ചു പോകും. അവർ നാളെ മ്ലേച്ഛന്മാരായിട്ട് വളരും. ഇതാണ് മനോഭാവം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ്
പുരോഗമനം, ഇതാണ് ശ്രേയസ്കരം, ഇതാണ് ശ്രേഷ്ഠം എന്ന് ധരിച്ചു വശായി വരുന്ന വലിയ തലമുറ നമുക്ക് മുമ്പേ ഉള്ളവരുണ്ട്, നമ്മുടെ കൂട്ടത്തിലുമുണ്ട്, ഇനി നാളെയും ഉണ്ടാകാം. അങ്ങനെയുള്ളവരിലൂടെ ഈ ശ്രേഷ്ഠതമാണ് ഈ ഭാഷ, ഇത് മെച്ചമാണ്, അധമമാണ്, എന്റെ മാതൃഭാഷ അധമമാണ്, അത് കുറച്ച് കുറച്ച് അറിയുന്നു എന്ന് പറയുമ്പോഴാണ് എന്റെ നില ഉയരുന്നത്, സ്റ്റേറ്റസ് ഉയരുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടി വരുമ്പോൾ അതിലൂടെ ക്രമമായി ഈ സംസ്കാരം ഇവിടേക്ക്, ഈ നാട്ടിലേക്ക്, ഇവിടുത്തെ സാധാരണക്കാരിലേക്ക്, കുഗ്രാമങ്ങളിലെ കൊച്ചു വീടുകളിലേക്ക് വരെ അവർ കയറി വരും. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണമടക്കം, ഭക്ഷണത്തെ വരെ ഇത് സ്വാധീനിക്കും, ഭക്ഷണ സംസ്കാരത്തെ വരെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഭാഷയിലൂടെയാണ് ഭക്ഷണം വരുന്നത് എന്നുള്ളത് മന്തികളും അതുപോലെ മറ്റു പല പേര് ഈ പൊതുവേദിയിൽ വെച്ച് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചു പോകുന്ന പല പേരുകളെ കൊണ്ട് ഉള്ള സാധനങ്ങൾ കഴിക്കാൻ നമ്മൾ ചെന്നിരിക്കുന്ന സമയത്ത്, ഈ രാത്രി സമയത്ത് 7:30 ഒരു ഹോട്ടലിൽ, താനൂരിലെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഒരു ഊണ് തരുമോ എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ആളുകളൊക്കെ കൂടെ ഈ ആളെ നോക്കും, ഏത് യുഗത്തിൽ നിന്ന് വന്നവനാണ് ഇവൻ ഏത് യുഗത്തിൽ നിന്ന് വന്നതാണോ, ഈ കഴിഞ്ഞ 1880-കളിലുള്ള മനുഷ്യനെ കാണാനുള്ള അവസരമാണ് എന്ന് കരുതി അയാളെ നോക്കും. അല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന തന്തവൈബുള്ള ആളുകൾ പോലും പോയി ചോദിക്കുകയില്ല എന്ത് ഊണ് തരാമോ എന്ന്. കാരണം മലയാള ദേശത്തിന്റെ രാത്രി ഭക്ഷണത്തിൽ നിന്ന് ഹോട്ടലുകാരെ നമ്മെ ഒഴിവാക്കിയത് ഊണ് പാടില്ല. ഊണിന് പകരം മറ്റു പലതുമാകാം. അറേബ്യൻ നാടുകളിൽ കടുത്ത മരുഭൂമിയിൽ ജീവിക്കുന്ന മണലാരണ്യത്തിൽ ജീവിക്കുന്നവർ എന്താണോ കഴിച്ചത് അത് വാരി വലിച്ച് തിന്ന് നമ്മൾ നമ്മുടെ ശരീരത്തുമായിട്ട് ചേരാത്ത ഭക്ഷണവുമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇന്ന് ഭക്ഷണത്തിലും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നതിലൂടെ വരുന്നത്? ഇതൊക്കെ ഇയാള് വളരെ ഏതോ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ഇവിടെ വന്നത് വിളിച്ചു പറയുകയാണ് എന്ന് തോന്നാം. പക്ഷേ ഭാഷയിലൂടെയാണ് സംസ്കാരം കടന്നു വരുന്നത്, അതിലൂടെയാണ് ഒരു ഭാഷ ഇല്ലാതായിത്തീരുന്നത് എന്ന് പറയാൻ ഉദാഹരണങ്ങൾ എത്രയോ ഉണ്ട്. കാരണം 17-ാം നൂറ്റാണ്ടിൽ 1600-കളിൽ ഈ ഭാരത അല്ലെങ്കിൽ ആസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കൊച്ചു ഭൂഖണ്ഡത്തിൽ മാത്രം 260 ഭാഷകളുണ്ട്. 300 വർഷം കഴിഞ്ഞപ്പോഴേക്ക് അത് വെറും 160 ചുരുങ്ങിയിരിക്കുന്നു. ബാക്കിയുള്ള ഭാഷകളൊക്കെ മരിച്ചു പോയിരിക്കുന്നു. ലോകത്തിൽ ഇപ്പോൾ 7000 ഭാഷകളേ ഉള്ളൂ. ആ 7000 ഭാഷകളിൽ 3500 എണ്ണം 2100 കടക്കില്ല. അതിനു മുമ്പ് മരിച്ചു വീഴും. അവരെല്ലാവരും ജീവശ്വാസം നഷ്ടപ്പെട്ട് ഹതഭാഗ്യരായി ഈ ലോകത്ത് എന്നേക്കുമായിട്ട് ഇല്ലാതായി തീരും. കെനിയ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ രാജ്യത്തിലെ ലോകമറിയുന്ന ലോക പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് ഗുഗി വാ തിവോംഗെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഗുഗി വാ തിവോംഗെ എഴുതിയതിന്റെ പേരിൽ, കവിത എഴുതിയതിന്, നോവൽ എഴുതിയതിന്, കഥ എഴുതിയതിന്, കഥയും കവിതയും എഴുതിയതിന് അവിടുത്തെ ഭരണകൂടം തടവിലാക്കി. ഭരണകൂടം ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നു, ഇംഗ്ലീഷുകാരായിരുന്നു. 1952 അവർ ബ്രിട്ടീഷ് അടിമകളായിരുന്നു. അദ്ദേഹത്തെ തടങ്കലിലിട്ടു. അതുപോലെ ലോകത്തെ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ഗുഗി വാ തിവോംഗെ, അദ്ദേഹം തന്റെ കൊച്ചുനാളിൽ തന്റെ മുത്തശ്ശി തനിക്ക് പാടിത്തന്ന ആ ഗിഗുയു ഭാഷയിലെ കഥകളിലൂടെ താൻ ആർജിച്ചെടുത്ത സഹകരണത്തിന്റെ, സന്മനോഭാവത്തിന്റെ, ധൈര്യത്തിന്റെ, നന്മയുടെ, പങ്കുവയ്ക്കലിന്റെ ഒക്കെ ആ കഥകളിലൂടെ കിട്ടിയ മൂല്യങ്ങൾ, ആ മൂല്യങ്ങളാണ് പിന്നീട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോയപ്പോൾ തന്റെ മേൽ കുത്തിവെക്കപ്പെട്ട ഇംഗ്ലീഷ് ഭാഷ പ്രയോഗങ്ങളെ കൊണ്ട് തനിക്ക് നഷ്ടമായി പോയത്. അതുകൊണ്ട് അദ്ദേഹം ആ തടങ്കലിലാക്കിയ സമയത്ത് അദ്ദേഹം തീരുമാനിച്ചു, ഇനി മുതൽ ഞാൻ ഒരു നോവലും ഒരു കഥയും ഒരിക്കലും ഇംഗ്ലീഷിൽ എഴുതുകയില്ല എന്ന് തീരുമാനിച്ച് ബ്രിട്ടീഷുകാരൻ നിഷേധിച്ചു. ഒരു പേന കൊടുക്കരുത്,
ഒരു പേപ്പർ കൊടുക്കരുത്. അങ്ങനെ നിഷേധിച്ചപ്പോൾ തനിക്ക് കിട്ടിയ ജയിൽ മുറിയിൽ കിട്ടിയിട്ടുള്ള കടലാസ് തുണ്ടുകളിൽ കരിക്കട്ടകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയ നോവലുകൾ, ആ നോവലുകൾ ജനപ്രിയങ്കരങ്ങളായി മാറി. കെനിയയുടെ സമൂഹത്തെ മുഴുവൻ ആസകലം സ്വാധീനിച്ചു. അവിടുത്തെ പുതുതലമുറയെ വരെ സ്വാധീനിച്ചു. അവർ തങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന അപമാനത്തിന്റെ അപഭ്രംശത്തിന്റെ ആ വഴി എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കി. അവർ അതിനെതിരെ ഇംഗ്ലീഷ് വിദ്യാലയത്തില് ഗിക്കുയു പറഞ്ഞാൽ ഒരു ബട്ടൺ പിറ്റയായി കിട്ടും. ഒരു ബട്ടൺ, ഷർട്ടിന്റെ ബട്ടൺ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എന്തിനാണ്, സമ്മാനമാണോ? അല്ല, അടുത്തൊരാൾ ഗിഗുയു പറഞ്ഞാൽ ഈ ബട്ടൺ അയാൾക്ക് കൊടുക്കണം. അങ്ങനെ എത്ര തവണ ബട്ടൺ കൈമാറിപ്പോകുന്നോ അവനാണ് ഏറ്റവും അധികം കുറ്റം ചെയ്തവൻ, അവനാണ് ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്നവൻ. അങ്ങനെ പെറ്റ നാടിന്റെ, പിറന്ന നാടിന്റെ, പെറ്റ നാടിന്റെ ഭാഷ പറഞ്ഞതിന് തടങ്കലിലും കുറ്റങ്ങളും ഏൽക്കേണ്ടി വരുന്ന ഒരു ജനത കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ഉണ്ടായത് എന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതിയും ഇതുപോലുള്ള വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭാഷയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാവുകയുള്ളൂ. നേരത്തെ ശതം ജീവ ശരതോ വർദ്ധമാന ശതം ഹേമന്താൻ ശതം വസന്താൻ എന്നൊക്കെ തുടങ്ങുന്ന പാട്ട്, അത് പാടാൻ നമുക്ക് നാണക്കേടായിരിക്കും. പക്ഷെ നമുക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഹേ ബനാനെ ഒരു കായ് തരാമോ, ഹേ ബനാനെ ഒരു പൂ തരാമോ. ഈ പാട്ട് പാടുമ്പോഴാണ് നമ്മുടെ ഹൃദയം തുടികൊട്ടുന്നത്, നമ്മുടെ സ്പന്ദനങ്ങൾ ഓളം വെട്ടുന്നത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ വികാരങ്ങൾ ഉണരുന്നത് ഈ പാട്ട് കേൾക്കുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കും, ബനാനെ ഒരു കായ് തരാമോ, ബനാനെ ഒരു പൂ തരാമോ. ആരോടാ ചോദിക്കുന്നത്? എന്താ കിട്ടാൻ പോകുന്ന? വല്ലതും കിട്ടുമോ? ആർക്കറിയാം? ഇനി ആർക്കറിയണം, ആർക്ക് കിട്ടണം അല്ലെ? ആ അല്പനിമിഷത്തിലുണ്ടാകുന്ന സംതൃപ്തി മതി നമുക്ക് അല്ലെ? അല്പനിമിഷത്തിലെ സംതൃപ്തി, ഒരല്പനിമിഷം കൊണ്ട് ഒരു വലിയ സംതൃപ്തിയെ കിട്ടുകയാണെങ്കിൽ എളുപ്പമായി. അതിനാണല്ലേ ഒരു നിമിഷം കൊണ്ട് ഏറ്റവും എളുപ്പം സന്തോഷം കിട്ടുന്ന മാർഗം അന്വേഷിച്ച് നമ്മുടെ പുതുതലമുറ പോയിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ നിമിഷം ഒന്ന് മൂക്കിലൂടെ വലിച്ചാൽ മതി, അപ്പൊ തന്നെ സംതൃപ്തി, സന്തോഷം വാനോളം ഉയർന്ന് അവൻ ആസ്വദിക്കാൻ സാധിക്കുന്നു. അങ്ങനെ എന്താ പറയാ, ഓൺ ദ സ്പോട്ടിൽ ആനന്ദം അനുഭവിക്കുക എന്ന നിലയിലേക്ക് കടന്നു വന്ന ഈ താല്പര്യങ്ങൾ ഇത് ഭാഷയിലൂടെ കടന്നു വന്നതാണ്. ഇത് ഭാഷയോടൊപ്പം നമ്മളിലേക്ക് കടന്നു വന്ന ആശയങ്ങളുടെ ഭാഗമായിട്ട് വന്നുപോയ ചിന്താഗതികളാണ്. നമുക്കിപ്പോൾ ജീവിച്ചാ പോരാ, നമുക്ക് ലൈഫ് അല്ല നമുക്കുള്ളത്, നമുക്ക് ലിവിങ് ടുഗദർ ആണ്. നമുക്ക് ജീവിതമല്ല ഉള്ളത്. ആ ജീവനാന്തം ഒരു ഭർത്താവും ഭാര്യയുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒന്നിച്ച് ജീവിച്ച് രണ്ടുപേർക്കും പല്ലൊക്കെ പോയി പല്ലില്ലാത്ത വായ കാട്ടി പരസ്പരം കഥകൾ പറഞ്ഞിരിക്കുന്ന മുത്തശ്ശനുമായി ആ ഒരു ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് അല്ല നാം സ്വപ്നം കാണുന്നത് അല്ലെ? കഥയിലെ രാജകുമാരനും രാജകുമാരിയും ഒന്നാകാൻ. ആ പാട്ടൊക്കെ പാടിയ ദിലീപിന്റെ നവ്യാനായാലും കൂടെ വെള്ളത്തിൽ ദീപം ഒഴുക്കുന്നത് പോലെ വയസ്സാകാലത്ത് ഒഴുക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു നമ്മളുടെ മാതാപിതാക്കൾ, അച്ഛനമ്മമാർ, നമ്മുടെ യൗവനങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ ദമ്പതിമാർ. അവര് ഇപ്പൊ ആഗ്രഹിക്കുന്നതല്ല, ലിവിങ് ടുഗദർ ആണ്. ഞങ്ങളിപ്പോൾ ലിവിങ് ടുഗദർ ആണ്. വിവാഹം കഴിച്ചോ? ഇല്ല, അത്തരം ദുരന്തമൊന്നും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറല്ല. ആ ദുരന്തത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ വിവാഹം കഴിക്കാതെ പിന്നെന്താ ഈ ഇടപാട്? അതാണ്, ഇത് ലിവിങ് ടുഗദർ ആണ്. നിയമപരമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരുമിച്ച് കുറെ കാലം ടുഗദറായി ജീവിച്ചു കഴിഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. സെലക്ഷന് മുമ്പ് ഒരു യൂസ് ആൻഡ് ത്രോ ഉപയോഗിക്കുക, കളയുക. ഒന്ന് പരീക്ഷിച്ച് നോക്കി, വിജയിക്കുമെങ്കിൽ അന്ത്യം തുടരാം. അങ്ങനെ ലിവിങ് ടുഗദർ നമ്മളുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു ഭാഷയോടുകൂടി. നമ്മളുടെ കുട്ടി മുടി മുറിക്കുമ്പോൾ അവൻ ഇവിടെ എത്തുന്ന മുടി വളർത്തുമ്പോൾ, ഇവിടെ മുടി ചോപ്പിക്കുമ്പോൾ, ഇവിടെ വെള്ളയാക്കുമ്പോൾ, ഇവിടെ ഇങ്ങനെ തിരിവെട്ടുമ്പോൾ, നമ്മളുടെ മകൾ ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഉച്ചിയിൽ കെട്ടി ഇങ്ങനെ പൈപ്പ് പോലെ നിർത്തുമ്പോൾ ഒക്കെ നമ്മൾ ചോദിക്കും, എന്താ നീ കാണിക്കണേ എന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് പറയും, മൈ ബോഡി മൈ ചോയ്സ്. ഒരാൾക്കും അതിൽ അവകാശമില്ല.
മിണ്ടിപ്പോകരുത്. തന്തേ തള്ളെ, മൈ ബോഡി മൈ ചോയ്സ്. എന്റെ ശരീരം അതെന്റെ അവകാശമാണ്, എന്റെ തെരഞ്ഞെടുപ്പാണ്. മൈ ബോഡി മൈ ചോയ്സ്. എന്റെ ശരീരം, എന്റെ മനസ്സ്, അതിൽ നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾക്ക് ഇടപെടാൻ അവകാശമില്ല. അതുകൊണ്ട് ഇതാണ് എന്റെ പ്രത്യയശാസ്ത്രം, ഇതാണ് ഇന്നിന്റെ പ്രത്യയശാസ്ത്രം, ഇന്നത്തെ ഈ നാടിന്റെ പ്രത്യയശാസ്ത്രം, ഈ തലമുറയുടെ പ്രത്യയശാസ്ത്രം. അതുകൊണ്ടാണല്ലോ ഈ നാടിനെ, ഒരു കേരളത്തെ മൊത്തം ഒരു തുമ്പയാക്കി അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. തുമ്പ എന്താ? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഈ കേരളത്തെ ഒരു തുമ്പയാക്കി എവിടേക്കുള്ള? യു കെയിലേക്ക്, കാനഡയിലേക്ക്, ജർമ്മനിയിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് ഒക്കെ പോകാനുള്ള വിക്ഷേപണ കേന്ദ്രമാക്കി ഇതിനെ മാറ്റിയിരിക്കുക. കാരണം എന്താ? മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ അവിടെ മനസ്സിലാവും. ഇവിടെ അവർക്കത് മനസ്സിലായി തുടങ്ങിയിട്ടില്ല. ഇവിടെ വൈബ് വേറെ, ഇവിടുത്തെ നാട്ടുകാരുടെ വൈബ് വേറെയാ. അവരത് മനസ്സിലാവും വളരെ. ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാവും. പൊളിറ്റിക്കലി നമ്മുടെ വീട്ടിൽ പോയിട്ട് ഒരു അനുഭവമാണ്, വീട്ടിൽ പോയി പരിചയപ്പെട്ടു. അപ്പൊ ഭാര്യ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഭാര്യ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വീട്ടമ്മയായിരിക്കുമല്ലേ? അങ്ങനെ പറയരുത്, ആ വാക്ക് പറയരുത്. അയ്യോ, ഞാൻ ആകെ അപകടത്തിലായി. ഞാൻ എന്തൊരു തെറിയാണോ പറഞ്ഞേ, മോശം വാക്കാണോ പറഞ്ഞത്, നല്ല കാര്യമല്ല പറഞ്ഞത്, വീട്ടമ്മയല്ല ആയിരിക്കുമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അയാൾ പറയാം, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. ആ വാക്ക് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. എന്താ വീട്ടമ്മ? വീട്ടിന്റെ അമ്മയാണോ അവൾ? അവർക്കൊരു സ്വാതന്ത്ര്യമില്ലേ? അവർക്കൊരു അസ്തിത്വമില്ലേ? അവർക്ക് നാടകത്തിന്റെ വഴിത്താരങ്ങളില്ലേ? അവൾ പുരുഷന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി തളക്കപ്പെട്ട അമ്മയാണോ? അല്ല. അതുകൊണ്ട് ആ വാക്ക് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. എന്ത് പറയുമ്പോഴും നമ്മൾ ഇനി സൂക്ഷിക്കണം. പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് നോക്കാൻ ഒരു കൂട്ടര് സൂക്ഷ്മദർശിനിയുമായി നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ടാവും. അപ്പോൾ നാം പറയുന്ന പലതും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. എടി എന്ന് നമ്മുടെ മകളെ വിളിച്ചാൽ മകൻ മോത്തക്ക് അച്ഛ, ഇനി മുതൽ അങ്ങനെ വിളിക്കരുത്, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. എടി എന്നൊന്നും എട എന്നൊന്നും വിളിക്കാൻ നിങ്ങൾ എന്താണ്, ഞങ്ങൾ എന്താ വ്യക്തിത്വമില്ലാത്തവരോ? എടി എട എന്ന് വിളിക്കാൻ അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. മൈ ബോഡി മൈ ചോയ്സ് എന്നതുപോലെ ഇതും നിങ്ങളുടെ അവകാശത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ തുടങ്ങി ഭാഷയിലൂടെ കടന്നു വരുന്ന ഒട്ടേറെ ആശയങ്ങളിലൂടെ അത് നമ്മുടെ സംസ്കാരത്തെ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊരു സാംസ്കാരികമായ കടന്നു കയറ്റമായിട്ട് മാറുക. ഇതാണ് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മള് ഇപ്പോ കേൾക്കുന്ന വാക്കുകൾ എന്താ? ഞാൻ നന്നായിട്ട് സംസാരിച്ച ഈ പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ ആരെങ്കിലും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു പുള്ളിയുടെ പ്രസംഗം, നുണയാണെങ്കിലും നിങ്ങൾ പറയാന്ന് വിചാരിക്കുക. എന്താ പറയാ? നന്നായിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ പറയും എന്താ? അടിപൊളി എന്ന് പറയും. എന്താ അടിപൊളി? നിങ്ങൾ പറയാൻ സാധ്യതയില്ല, എന്നാലും ഞാൻ എന്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയാം. അടിപൊളി ആയിരുന്നു പറയും. സിനിമ അടിപൊളി അല്ല, കിടിലം. ഇങ്ങനെ. അപ്പോ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തടക്കിയോടെ. ഇനി ഒന്നും പറയാനില്ല, തകർത്തടക്കി. ഇതെന്താ ഈ പരിപാടി? തകർത്ത് അടക്കുന്നത് ഇത്ര നല്ല കാര്യമാണോ? തകർത്തടക്കാതെ എല്ലാം തകർത്തു തരിപ്പണമാക്കി നശിപ്പിച്ച് നാരായണക്കല്ല് എടുത്തു എന്നതാണ് തകർത്ത് തരി പൊളിച്ചടുക്കി മോളെ എന്ന് പറയുമ്പോൾ. എല്ലാം പൊളിച്ചടുക്കി ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചു. ഇനി അവിടെ മുമ്പുള്ള അവിടെ ഇല്ല, ഒക്കെ തകർന്നു പോയിരിക്കുന്നു. ആ കുട്ടിയുടെ എല്ലാം തകർന്ന് പൊളിച്ചടുക്കി. അപ്പൊ ഭാഷ എങ്ങനെയാണ് നേരെ വിപരീതാർത്ഥത്തിലേക്ക് പോകുന്ന? അടിപൊളി. അടി എന്ന് കേട്ടാൽ വീടിന്റെ വാതിലിന്റെ സാക്ഷ കുത്തിയിട്ട് അകത്തിരിക്കുന്ന ആൾക്കാരാ മലയാളികള് എന്ന് പറയുന്നു. അടിമ കേട്ടവരുടെ ആ വാക്കുള്ളൂ അല്ലെ? ഉത്സവത്തിന് അടിയുണ്ടെങ്കിൽ ആ വഴിക്ക് ഉത്സവത്തിന് പോകാട്ടോ അടി ഉണ്ടാവും. അവിടെ ഷഷ്ടി ആഘോഷത്തിന്, ഞങ്ങളുടെ അവിടെയൊക്കെ ഷഷ്ടി, ഷൺമുഖ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഷഷ്ടി കഴിഞ്ഞുള്ളൂ. അരവിമംഗലം, കൊടകര, അതുപോലെ അരവിമംഗലം, കൊടകര അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അടിയുടെ കേന്ദ്രങ്ങളാണ്. അപ്പൊ അവിടെ ആദ്യം സാമാന്യ ആളുകൾ പോവില്ല, വിവരമുള്ളവർ പോവില്ല. അപ്പൊ അടി, അടിയുടെ കൂടെ പൊളിയും കൂടെ ഉണ്ട്. എന്നിട്ടാ പറയണം നമ്മൾ കെങ്കേമായിരിക്കുന്നു എന്ന്. അത് മനസ്സിലാക്കുന്നുണ്ട്. അടിപൊളിയായ കെങ്കേമമായി. പിന്നെ ഭയങ്കരമായിട്ടോ എന്നും പറയും. ഭയം ജനിപ്പിക്കുന്നതാണ് ഭയങ്കരം. ഭയം ജനിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ആ പ്രകടനം എത്ര ബീഭത്സമായിരിക്കും, എത്ര കഷ്ടമായിരിക്കില്ലേ? അത് കണ്ട് പേടിയൊന്നും എന്നാണ് അതിന്റെ അർത്ഥം.
ഈ പ്രകടനം കണ്ടിട്ട് ആ പാട്ട് കേട്ടിട്ട് എനിക്ക് ഭയം വന്നു, എനിക്ക് ഈ സദസ് വിട്ട് ഓടിപ്പോവാൻ തോന്നിയെന്നാണ്. ഭയങ്കരമായി മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭാഷ പറയുമ്പോൾ അതിന്റെ അർത്ഥത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ട് മാറി പ്രയോഗിക്കുന്നു. അതുകൊണ്ടൊന്നും അപകടം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ സൂചിപ്പിച്ചതിൻ്റെതായിട്ടുള്ള അപകടമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രയേറെ അല്ലെങ്കിൽ അത്രയേറെ പ്രശ്നമുള്ളതൊന്നും അല്ല ഈ പറഞ്ഞത്. ചങ്ക്, ബ്രോ എന്നുള്ളതൊക്കെ നമുക്കറിയാം, സാധാരണ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതേ സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ഒരു ഭാഷയില് സംസ്കൃതം എടുത്ത് നോക്കുക. ഈ സംസ്കൃതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംസ്കൃത ഭാഷയിലെ ഏറ്റവും മോശപ്പെട്ട വാക്ക് എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? യുദ്ധത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന സമയത്ത് അർജുനൻ സ്വധർമ്മത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി അമ്പെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല, വില്ല് കുലക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധമുഖത്ത് നിന്ന് തിരിച്ചോടി തന്റെ ബന്ധുക്കളെയൊക്കെ കൊന്നൊടുക്കേണ്ടതുണ്ട് എന്ന് ആലോചിച്ചപ്പോൾ എന്റെ എല്ലാ ധൈര്യവും ചോർന്നു പോകുന്നു എന്ന് പറഞ്ഞ് യുദ്ധമുഖത്ത് തളർന്നിരുന്നവനായ അർജുനന്റെ മുന്നിൽ ഗീതാപദേശം നൽകുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവനെ വിളിക്കുന്ന ചീത്തയുണ്ട്, ഈ അർജുനനെ വിളിക്കുന്ന ചീത്തയുണ്ട്. ആ ചീത്ത ഏറ്റവും വലിയ ചീത്തയാ. എന്താണെന്നറിയാമോ? സംസ്കൃതത്തിലെ ഏറ്റവും വലിയ ചീത്ത ക്ലീബ, ക്ലീബൻ എന്നാണ് വിളിക്കുന്നത്. എന്താ ഈ ക്ലീബൻ? ആണും പെണ്ണും കേട്ടവനെന്ന്. ആണത്തോ പുരുഷത്വം, ആണത്തോ പെണ്ണത്തോ, ഇത് രണ്ടുമില്ലേ, ഏതെങ്കിലും ഒന്ന് പ്രദർശിപ്പിക്കണ, നിനക്കിത് രണ്ടുമില്ലേ എന്ന് പറഞ്ഞ് ആണും പെണ്ണും കേട്ടവനെ എന്ന് ക്ലീബ എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും മോശപ്പെട്ട വാക്ക് സംസ്കൃതത്തില്, ഏറ്റവും മോശപ്പെട്ട വാക്ക്. ബാക്കിയൊന്നും അതിനകത്തില്ല, അതിനപ്പുറം ഒരു തെളിവാക്ക് സംസ്കൃതത്തിലില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? ഇത്ര കാലഘട്ടങ്ങളിലൂടെ ചരിച്ച് എത്രയോ സഹസ്രാബ്ദങ്ങളിലൂടെ കടന്നുപോയി, എത്ര തലമുറകളിലൂടെ കടന്നുപോയി, എത്ര ആയിരക്കണക്കിന് ജനസമൂഹങ്ങളുടെ വായിലൂടെ സംസാര ഭാഷയായും എഴുത്തിന്റെ ഭാഷയായും പാണ്ഡിത്യത്തിന്റെ ഭാഷയായും സാധാരണക്കാരന്റെ ഭാഷയായും ഒക്കെ കടന്നുപോയ സംസ്കൃത ഭാഷയിൽ എന്തുകൊണ്ട് ആ ഒരു വാക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ലോ? ഉൽപ്പാദിപ്പിച്ചില്ല. എന്തുകൊണ്ട്? ഇവിടെ നമ്മുടെ ഭാഷയിൽ നമ്മള് ഓരോ ദിവസവും പുതിയത് ചുരുളഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ചുരുളഴിഞ്ഞ് പുതിയ ചുരുളികൾ ഉൽപാദനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് സംസ്കൃതത്തിൽ ഉണ്ടായില്ല? കാരണം സംസ്കൃതം എന്ന വാക്ക് തന്നെ സംസ്കരിക്കപ്പെട്ടത് പ്രാകൃതത്തിൽ നിന്ന് സംസ്കരിക്കപ്പെട്ട ഭാഷയാണ്. അതുകൊണ്ട് പ്രാകൃതത്തിൽ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം. ആ പ്രാകൃതത്തിൽ നിന്ന് അത് തെറ്റാണ്, മോശമാണ്, മ്ലേച്ഛമാണ്, അത് കുറച്ചുകൂടെ പുരോഗമനത്തിലേക്ക് വരേണ്ടതുണ്ട്. അതിന്റെ തിന്മകളെ എല്ലാം നമ്മള് അരിക്കില്ലേ, പാത്രത്തിലിട്ട് അരിച്ച് കല്ലെല്ലാം കളഞ്ഞ് അരി അടുപ്പത്തിടുന്നത് പോലെ അമ്മ ഇങ്ങനെ അരിച്ചെടുത്ത് കല്ല് കളഞ്ഞ് പാൽവസ്തുക്കളെ കളഞ്ഞ് അതിന്റെ നല്ല അരി, തെളിമയുള്ള അരിയാക്കി മാറ്റിയെടുക്കുന്നത് പോലെ സംസ്കരിക്കെടുക്കപ്പെട്ടതാണ് സംസ്കൃതം എന്ന ഭാഷ. അതുകൊണ്ട് അതിൽ തെറിവാക്കില്ല. അതുകൊണ്ട് സംസ്കൃതം ഉച്ചരിക്കുമ്പോൾ അത് ഉച്ചരിക്കുന്ന വ്യക്തിയുടെ തലച്ചോറിൽ സ്പന്ദനങ്ങൾ ഉണ്ടാകുന്നു, അവന്റെ നാഡീ വ്യവസ്ഥകളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു, അവന്റെ ഹൃദയാന്തരാളങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു, അവന്റെ വികാര വിചാരങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു, അവന്റെ സ്വഭാവത്തിൽ പരിണാമം ഉണ്ടാകുന്നു, ഇടപെടലിൽ പരിണാമം ഉണ്ടാകുന്നു, വ്യക്തിയുടെ തനിമയിൽ, സ്വഭാവത്തിൽ, വ്യക്തിത്വത്തിൽ, അടിസ്ഥാനത്തിൽ എല്ലാം മാറ്റം ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ ഒരു ഭാഷ വ്യക്തിയെ മാറ്റിമറിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ടാണ് സംസ്കൃതം സംസ്കാരത്തിന്റെ ഭാഷയായിട്ട് മാറിയത്. അങ്ങനെയുള്ള സംസ്കാരത്തിന്റെ സ്വാഭാവികമായ ഓജസ്സും അതുപോലെ ഈ പറഞ്ഞ തമിഴിന്റെ സൗന്ദര്യവും ഒത്തുചേർന്നുണ്ടായിപ്പോയതാണ് നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുന്നത്. സാക്ഷാൽ വള്ളത്തോൾ എന്റെ ഭാഷ എന്ന് പറയുന്ന കവിതയില് മലയാളത്തെ കുറിച്ച് പറയുന്നു. സന്നിഹൃഷ്ടലബ്ധിതൻ ഗംഭീര ശൈലിയും സഹ്യഗിരിതൻ നടിയുറപ്പും ഗോകർണ ക്ഷേത്രത്തിൻ നിർവൃതീകൃത്വവും ശ്രീകന്യാമാതിൻ പ്രസന്നതയും ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധിയും തെങ്ങിളം കായ്നീരിൻ മാധുര്യവും
ചന്ദന മൈലാലവങ്കാദി വസ്തുക്കൾ നന്ദിത ഘ്രാണമാം തൂമണവും സംസ്കൃത ഭാഷ തൻ സ്വാഭാവികൗജസ്സും സാക്ഷാൽ തമിഴിന്റെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണൻ ഭാഷ മത്താടിക്കൊള്ളുകാനന്ദമേ നീ മത്താടിക്കൊള്ളുക വിമാനമേ നീ. എന്റെ ഭാഷ എന്ന് പറയുന്നത് സന്നികൃഷ്ടാബ്ദിതൻ ഗംഭീര ശൈലി, ആ സാഗരത്തിന്റെ ഗർജനത്തിന്റെ ഗൗരവമുണ്ട്. അതുപോലെ സഹ്യഗിരിതൻ അടിയുറപ്പുണ്ട്, സഹ്യപർവ്വതത്തിന്റെ അടിയുറപ്പുള്ള ഭാഷയാണ്, സിംഹഗർജനത്തിന്റെ കരുത്തുള്ള ഭാഷയാണ്. ശ്രീ കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമാർ തെക്കു വടക്കനയിലെ അന്യോന്യമമ്പാശുവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ട് ഒരു നല്ല രാജ്യം എന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരളനാടിനെ കുറിച്ച് നല്ല രാജ്യം എന്ന് കവിത എഴുതിയപ്പോൾ കന്യാകുമാരി മുതൽ ഗോകർണം വരെയാണ് കേരളം എന്ന് പറഞ്ഞ ആ കന്യാകുമാരിയുടെ കന്യാമാതിന്റെ ശ്രീ പാർവതീ ദേവിയുടെ പ്രസന്നതയുണ്ട്. അതുപോലെ തന്നെ ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധിയും ഗംഗയെ പോലെ വിശുദ്ധയായ പേരാറിന്റെ പെരിയാറിന്റെ വിശുദ്ധിയാണുള്ളത്. ഒപ്പം തെങ്ങിളം കായ്നീരിന്റെ മാധുര്യം, ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ജലം, ഏറ്റവും മാധുര്യമുള്ള പ്രകൃതിദത്ത ജലം, അത് ഇളനീരിന്റെ ഉള്ളിലുള്ള ആ നീരാണ്, ആ ജലമാണ്. അതിന്റെ ഇളം നീരിന്റെ മാധുര്യം, ചന്ദനവും ആ ഇലവങ്കം തുടങ്ങിയവയുടെ നന്ദിത ഘ്രാണമായിട്ടുള്ള തൂമണം ചേർന്ന ഭാഷ. അതോടൊപ്പം ഇതൊക്കെ എവിടെ നിന്ന് കഴിയുന്നു? സംസ്കൃത ഭാഷയുടെ സ്വാഭാവികമായ ഓജസ്, തമിഴിന്റെ സൗന്ദര്യം, ഇത് രണ്ടും കൂടി ചേർന്നുള്ളതാണ് എന്റെ ഭാഷ. അതുകൊണ്ട് നീ മടിക്കേണ്ട ഭാഷയെ നീ മത്താടിക്കൊള്ളുക, നീ മതിമറന്നാടിക്കൊള്ളുക, നീ മതിമറന്ന് അഭിമാനിച്ചു കൊള്ളുക. അത്രയേറെ കരുത്തുള്ളതാണ് ഈ ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് നീ ഒട്ടും മടിക്കേണ്ട, ഒട്ടും അപമാനം കൊണ്ട് നിന്റെ ശിരസ് കുനിയേണ്ടതില്ല എന്ന് പറയുന്നു വള്ളത്തോൾ മലയാള ഭാഷയെ കുറിച്ച്. ഇതാണ് നമ്മുടെ സങ്കല്പം. ഭാരതത്തിന്റെ സങ്കല്പം അനുസരിച്ച് ശിവഭഗവാൻ സാക്ഷാൽ പരമശിവൻ തന്റെ വലതുവശത്ത് പാണിനി മഹർഷിയെയും ഇടതുവശത്ത് അഗസ്ത്യമുനിയെയും ഇരുത്തിക്കൊണ്ട് തന്റെ കയ്യിലുള്ള തുടി കൊട്ടിയ സമയത്താണ് സംസ്കൃതവും തമിഴും ഈ ലോകത്തുണ്ടായത്, സംസ്കൃതവും തമിഴും ഈ ലോകത്ത് രൂപം കൊണ്ടത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഈ ലോക ഭാഷകളിലെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും ഓജസ്സും ചൈതന്യവുമുള്ള ഈ സംസ്കൃതത്തിന്റെയും തമിഴിന്റെയുമെല്ലാം പാരമ്പര്യം ഒരുപോലെ ഒത്തുചേർന്ന സുന്ദര മനോന്മയ ഹൃദയാവർജക ഭാഷയാണ് മലയാളം എന്നതുകൊണ്ട് അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ജനിച്ച നാൾ തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പറയണം, അതിന് ഭാര്യൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി ഞാൻ എന്ന് അഭിമാനപൂർവം വിളിച്ചു പറയുകയല്ല വേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. ഭാഷ മരിക്കുമോ? നേരത്തെ ഗിഗുയു കെനിയൻ ഭാഷയുടെ കഥ ഞാൻ പറഞ്ഞു. ഭാഷ മരിക്കുമോ? ആർക്കെങ്കിലും അങ്ങനെ അഭിപ്രായമുണ്ടോ? മരിക്കില്ല. ഇല്ല എന്ന അഭിപ്രായമുള്ളവരുണ്ടോ? ഉണ്ട് അല്ലെ? ഭാഷ മരിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കോ 260 160 പോയി, 7000 3500 പോയി. അങ്ങനെയാണെങ്കിൽ മലയാളം മരിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ വടിവൊത്ത അക്ഷരങ്ങൾ പോലെ വടിവൊത്ത അക്കങ്ങളും നമുക്കുണ്ടായിരുന്നു അല്ലെ? വടിവൊത്ത അക്ഷരങ്ങൾ പോലെ വടിവൊത്ത അക്കങ്ങളും നമുക്കുണ്ടായിരുന്നു. ഇങ്ങനെ വളച്ച് ഇങ്ങനെ എഴുതിയാൽ 1 അല്ലെ, ഇങ്ങനെ എഴുതിയാൽ 3, ഇങ്ങനെ എഴുതിയാൽ 8 എന്നൊക്കെ പറയുന്ന മലയാള അക്കങ്ങളുണ്ടായിരുന്നു. മലയാള അക്ഷരങ്ങളോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും മലയാളികൾക്ക് അറിയായിരിക്കും. പൊതുവെ 40 വയസ്സിന് മുകളിലുള്ള ആർക്കെങ്കിലും മലയാള അക്കങ്ങൾ അറിയാൻ സാധിക്കുമോ? ആർക്കെങ്കിലും മലയാളത്തിന്റെ അക്കങ്ങൾ അറിയാൻ സാധിക്കുമോ? ഇത് ഏതാ കൊല്ലവർഷം? ഈ വർഷം കൊല്ലവർഷം ഏതാ? ഇപ്പം ആരോടാ അല്ലെ? ഏതാ കൊല്ലവർഷം? 1200 വർഷം മുമ്പ് കൊല്ലം എന്ന് പറയുന്ന കൊല്ലം പന്തലായനി കൊല്ലത്ത്
രൂപം കൊണ്ട ഒരു പഞ്ചാംഗം നമുക്കുണ്ടായിരുന്നു. ഈ പഞ്ചാംഗം കട്ടുകൊണ്ടുപോയി ഗ്രിഗേറിയൻ കലണ്ടർ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ഗോവയിൽ നിന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കട്ടുകൊണ്ടുപോയി ഗ്രിഗേറിയൻ കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ. ഇവിടുത്തെ അച്യുതപിഷാരടിയും നീലകണ്ഠസ്വാമിയാജിയും പുതുവന ശ്രീധരനും അതുപോലെ തന്നെ സംഗമഗ്രാമ മാധനും അതുപോലെയുള്ള ഗണിത ശാസ്ത്രജ്ഞന്മാർ അവർ കണ്ടെത്തിയ ഈ കണക്കുകൾ വെച്ച് രൂപപ്പെടുത്തിയ മലയാളത്തിന്റെ സ്വന്തം കണക്കിന്റെ പ്രകാരമുള്ള പഞ്ചാംഗം എന്ന് പറയുന്ന കലണ്ടർ, ആ കലണ്ടറിൽ നമ്മൾ അക്കങ്ങൾ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു അക്കമുണ്ട്. മലയാളം പോലെ ഇങ്ങനെ വടിവത്ത രീതിയിൽ എഴുതുന്ന അക്കങ്ങൾ എവിടെ പോയി? ആരാണ് അതിനെ ഇല്ലാതാക്കിയത്? എന്തുകൊണ്ടാണ് ഇല്ലാതായത്? നമുക്ക് കൊല്ലവർഷം എത്ര മാസമാണ് സ്വന്തമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് കേരളം എന്ന ഈ കൊച്ചു പടവലങ്ങ പോലെ അല്ലെ, കൊച്ചു പാവയ്ക്ക പോലെ, പടവലങ്ങയില്ല പാവയ്ക്ക പോലെ കിടക്കുന്ന പാവയ്ക്ക പോലെ തൂങ്ങിക്കിടക്കുകയാണ് കേരളം. അങ്ങനെയുള്ള ഈ പാവയ്ക്ക കേരളത്തിന് സ്വന്തമായി ഒരു കലണ്ടർ ഉണ്ടാക്കാനുള്ള പാണ്ഡിത്യത്തിന്റെ ഗരിമ നമുക്കുണ്ടായിരുന്നു 1000 ആണ്ടുകൾക്ക് മുമ്പേ എങ്കിൽ ആ കലണ്ടർ ഇന്ന് എവിടെ പോയി? എന്തുകൊണ്ട് മലയാളി അതിനെ മറന്നു? നമുക്ക് തുലാവർഷം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് വൃശ്ചിക കുളിരുണ്ട് എന്ന് പറയാറില്ലേ, നമുക്ക് ധനുമാസ കാറ്റില്ലേ, കുംഭച്ചൂടില്ലേ, മീന നിലാവില്ലേ, കർക്കടക മാരിയില്ലേ, ചിങ്ങ വെയിലൊളിയില്ലേ, ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ചിങ്ങം എവിടെ? കർക്കടകം എവിടെ? തുലാം എവിടെ? ഏത് കൊല്ലത്തില്, ഏത് വർഷത്തില്, എങ്ങനെയാണ് ഏതക്കം? ഇന്ന് തുലാമാസം എത്രാം തീയതി, ഇന്ന് വൃശ്ചിക മാസം എത്രാം തീയതി എന്ന് മലയാള അക്കത്തിൽ എഴുതൂ എന്ന് ചോദിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കേണ്ടി വരുന്ന ഗതികേട് എന്തുകൊണ്ട് മലയാളിക്കുണ്ടായി? അപ്പോൾ മലയാളം നാളെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ മലയാളം മരിക്കും. സംശയിക്കേണ്ട. മലയാളം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മലയാളം മരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്റെ ഗർഭത്തിൽ കിടന്നുകൊണ്ട്, എന്റെ അമ്മയുടെ ഗർഭത്തിൽ കിടന്നുകൊണ്ട് ഞാൻ എന്റെ അമ്മ സംസാരിക്കുന്നത് കേട്ട്, എന്റെ അമ്മ എന്നോട് സംസാരിക്കുന്നത് കേട്ട് ഞാൻ പഠിച്ചെടുത്തതാണ് എന്റെ മാതൃഭാഷ. കവി കുഞ്ഞുണ്ണി പറഞ്ഞിട്ടുണ്ട്, എന്റെ മാതൃഭാഷ അമ്മയുടെ ഗർഭത്തിൽ കിടന്നുകൊണ്ട് ഞാൻ കേട്ട് പഠിച്ച് അമ്മയോട് സംവദിച്ച ഭാഷയാണ് എന്റെ മാതൃഭാഷ. അമ്മ ഫോണിലാണെങ്കിൽ ഇതൊന്നും നടക്കില്ല കേട്ടോ. അമ്മ സദാസമയം ഫോണിലാണെങ്കിൽ ഇത് നടക്കില്ല. അമ്മയോട് സംസാരിച്ചോ? അങ്ങനെയല്ലേ അഭിമന്യു ചക്രവ്യൂഹം ചമയ്ക്കാൻ വേണ്ടി 16-ാം വയസ്സിൽ രക്തസാക്ഷിയാൻ വേണ്ടി വന്ന അഭിമന്യു എന്തുകൊണ്ട് അഭിമന്യുവിന് ആ യുദ്ധത്തിൽ മരിക്കേണ്ടി വന്നു? ചക്രവ്യൂഹം ചമയ്ക്കേണ്ട വിധം അമ്മയുടെ ഗർഭത്തിലിരുന്ന് അവൻ കേട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നോ? മറ്റതായുമ്പോഴേക്കോ അമ്മ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് മകൻ കേട്ടില്ല. അപ്പോൾ ചക്രവ്യൂഹം നിർമ്മിക്കാനേ പറ്റിയുള്ളൂ, പുറത്തേക്ക് കടക്കാനുള്ള വഴി മറന്നുപോയി. അഭിമന്യുവിന് മരണമുണ്ടായി. പറയുന്നത് എന്താ? ഈ കഥ പറയുന്നത് എന്തിനാണ്? കഥയല്ല, ഈ സത്യം ചരിത്രം പറയുന്നത് എന്തിനാണ്? നമ്മൾ എപ്പോഴാണ് നമ്മൾ പുറത്തു വന്നിട്ടാണ് അച്ഛനമ്മയും നമ്മളെ കാണുന്നത്. നമ്മൾ പുറത്തു വന്നിട്ടാണ് നമ്മൾ അച്ഛനെയും അമ്മയും നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ മാതൃഭാഷ കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്നതിന് മുമ്പാണ്. നമ്മൾ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഭാഷ പഠിക്കുന്നു, ഭാഷ അറിയുന്നു, ഭാഷ മനസ്സിലാക്കുന്നു, ഭാഷ അറിയുന്നതിന്റെ സ്പന്ദനം ഉണ്ടാക്കുന്നു, തുടിപ്പുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നാം പുറത്തു വരുന്നതിന് മുമ്പേ ആയിക്കഴിഞ്ഞതാണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത്. ആ മാതൃഭാഷയെയാണ് നാം വിറ്റുമുടിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. 8 മണി 8:20 കൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് വട്ടെഴുത്തും കോലെഴുത്തും ഉണ്ടായിരുന്നു. ലിപി പരിഷ്കരണങ്ങൾ കലാകാലങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. എന്തിനാണ് ലിപി പരിഷ്കരിക്കുന്നത്? എഴുത്ത് സുഗമമാവാൻ. എന്നിട്ട് ഇപ്പോൾ എഴുതുന്ന എന്താണ്? AMMA അമ്മ, INNU ഇന്ന്, VEETILUNDO വീട്ടിലുണ്ടോ? മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് ഇംഗ്ലീഷ്. ലിപി അറിയേണ്ടവർക്ക് മലയാളം ലിപി കൊണ്ട് നല്ല മനോഹരമായ കരിമ്പുഴു അല്ലെങ്കിൽ കരിയുറുമ്പിങ്ങനെ
വരി 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 പോലെ പോകുന്ന വടിവത്ത അക്ഷരം, ലോകത്തിലെ ഏറ്റവും മനോഹരമായ അക്ഷരമുണ്ട് നമുക്ക്. എന്നിട്ട് AMMA EINNU ഇന്ന് വീട്ടിലുണ്ടോ എന്നല്ലേ നമ്മൾ എഴുതുന്നത്. ലിപി എത്ര മാറി വന്നിട്ട് എന്താ കാര്യം? ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ സാധനം പിന്നെ നാളെ എടുക്കാച്ചരക്കായി മാറില്ലേ, ആർക്കും വേണ്ടാത്തതായിട്ട് മാറില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വട്ടെഴുത്തും കോലെഴുത്തും എന്ന ലിപി നമുക്കുണ്ടായിരുന്നു. ആ 30 അക്ഷരങ്ങളുള്ള വട്ടെഴുത്ത് 51 അക്ഷരങ്ങളുള്ള ഇന്നത്തെ ബ്രാഹ്മി ലിപിയിലേക്ക് മാറ്റി എഴുതിയ അല്ലെങ്കിൽ മാറ്റി മറിച്ചവനായി എന്നുള്ളത് കൊണ്ടാണ് നവീനമായ ഒരു ഭാഷാ സംസ്കാരത്തിന് തുടക്കം കുറിച്ച് ഒരു ലിപി പരിഷ്കരണം നടത്തി, ഒരു പുതിയ ലിപി കണ്ടെത്തി, അതിൽ അക്ഷരങ്ങളെ കണ്ടെത്തി, അത് കൃത്യമായിട്ട് ഉച്ചരണ ശുദ്ധമാക്കി മാറ്റി, അത് പഠിപ്പിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കി, അത് പഠിപ്പിക്കാൻ കുടിപ്പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി, അത് പഠിപ്പിക്കാനുള്ള രീതി ഉണ്ടാക്കി. മണലിലെഴുതി പഠിക്കണം ആദ്യം, അരിയിലെഴുതി പഠിക്കണം, പിന്നീടാകണം നാരായണം എന്ന രീതി കൊണ്ടുവന്ന് ഭാഷാ പഠനത്തിന്, അക്ഷര പഠനത്തിന് ഒരു സാംസ്കാരികമായ വഴിയുണ്ടാക്കി കൊടുത്ത് അത് ഈ നാട്ടിൽ മുഴുവൻ പ്രവർത്തന ക്ഷമമായി ഓരോ നാടുകളിലും ആശാൻ പള്ളിക്കൂടങ്ങൾ ആരംഭിച്ച് ആശാൻ പള്ളിക്കൂടങ്ങൾ സംസ്കാരത്തിന്റെ ഭാഗമായി സർവ്വർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം സഫലീകരിക്കാൻ സ്വജീവിതം സമർപ്പിച്ചവനായ ഒരു പാവം മനുഷ്യൻ നമ്മുടെ ഈ അയൽപ്പക്കത്തുണ്ടായിരുന്നു. ഒരു പാവം മനുഷ്യൻ ഈ അയൽപ്പക്കത്ത് തിരൂരിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ ഭാഷാ പിതാവ്. ആ തുഞ്ചത്തെഴുത്തച്ഛൻ, നമ്മുടെ സാക്ഷാൽ ഭാഷാ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ ഒഴിയിൽ ചെറിയവർക്കറിയുവാൻ വേണ്ടി ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഒഴിയിൽ ചെറിയവർക്ക്, സാധാരണക്കാര്, പാമരന്മാർക്ക്, വിഡ്ഢികൾക്ക്, അക്ഷരജ്ഞാനമില്ലാത്തവർക്ക്, വീടിന്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ അടുത്ത് വരാൻ പറ്റാത്തവർക്ക്, അങ്ങനെ ഈശ്വരന് അപ്രാപ്യമായവർക്ക്, ജ്ഞാനം അപ്രാപ്യമായവർക്ക് വേണ്ടി, ഓടിയിൽ ചെറിയവർക്ക് വേണ്ടിയാണ് ഭഗവാനെ ഞാൻ ഈ കഥ പാടുന്നത് എന്ന് പറഞ്ഞ് പാവങ്ങളിൽ പാവങ്ങൾക്ക് വേണ്ടി, സർവസാധാരണക്കാർക്ക് വേണ്ടി അക്ഷരവിദ്യ ഉണ്ടാക്കി പഠിപ്പിച്ച് അതിനൊരു സംസ്കാരം രൂപപ്പെടുത്തിയ ആ എഴുത്തച്ഛൻ ഒരു പ്രതിമ പോലുമില്ലാത്ത നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ മലയാള ഭാഷയുടെ മഹാത്മ്യത്തെ കുറിച്ച് ഗീർവാണമടിക്കുന്നത്. എത്ര ലജ്ജാവഹമാണ്, എത്ര അപമാനകരമാണ്, എത്രയേറെ മ്ലേച്ഛകരമാണ്. നമ്മൾ കന്യാകുമാരിയിലേക്ക് പോയാൽ അവിടെ മനോഹരമായ ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ വലിയൊരു പ്രതിമ കാണാൻ നാം കന്യാകുമാരിയിലേക്ക് വിനോദയാത്ര പോകാറുണ്ട്, തീർത്ഥയാത്ര പോകാറുണ്ട്. അങ്ങനെ കന്യാകുമാരി ശ്രീപാദപാറയിലെ പാർവതീദേവിയുടെ തിരുപാദം പതിഞ്ഞ ആ കാലടിപ്പാടുകളെ കണ്ട് നമസ്കരിക്കാൻ നാം പോകാറുണ്ട്. ത്രിവേണി സംഗമത്തിന്റെ മുനമ്പിന്റെ മനോഹാരിത ആസ്വദിക്കാൻ നാം പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോഴൊക്കെ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ തന്നെ മനസ്സിലായി പോകുന്നത് 1800-കളിൽ ജനിച്ച് 1900 കേവലം 39 വർഷം ജീവിച്ച് ഈ ഭാരതത്തിന്റെ സാംസ്കാരിക ഗരിമയെ അമേരിക്കയിലെ ചിക്കാഗോയിലെ ലോകമത മഹാസമ്മേളനത്തിൽ പോലും ആ കൊണ്ടുചെന്നെത്തിച്ച മഹാമനീഷിയായ ഋഷിശ്രേഷ്ഠൻ സാക്ഷാൽ ശ്രീ വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് മാത്രമേ അവിടെ വരുന്നവർ അറിയുന്നുള്ളൂ എന്നത് ഞങ്ങൾ ഈ പ്രതിമ നിൽക്കുന്ന ഞങ്ങളുടെ നാട്ടുകാർക്ക് അപമാനകരമാണ്, അല്ലെങ്കിൽ അതൊരു മോശമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നാടിന്റെ മഹിതമായ പാരമ്പര്യ പൈതൃകമില്ലാതെ പോകുന്ന ലോകത്തിലെ മുഴുവൻ ആളുകളും ഇന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് മലയാള സാഹിത്യം, കല, സംഗീതം, നാടകം, സിനിമ എല്ലാം ചില ദ്വന്ദ്വങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവിടെ ചില പ്രത്യേകതകളുണ്ട്. മലയാള സാഹിത്യം ഒരു ദ്വന്ദ്വത്തിലൂടെയാണ് ആദ്യം മുതൽ 1940-കൾ 50-കൾ മുതൽ. എന്താണ് ആ ദ്വന്ദ്വം എന്ന് പറയുന്നത്? ആ ദ്വന്ദ്വം എന്ന് പറയുന്നത് ഇവിടെ ഒരു തൊഴിലാളിയും മുതലാളിയും സംഘർഷം, അതുപോലെ ജന്മിയും കുടിയാനും തമ്മില് സംഘർഷം, ഉള്ളവൻ ഇല്ലാത്തവൻ തമ്മിലുള്ള സംഘർഷം, ബൂർഷ്വാ തൊഴിലാളി തമ്മിലുള്ള സംഘർഷം. ഇങ്ങനെ ഉള്ളവനായിട്ടുള്ളവൻ അല്ലെങ്കിൽ ജന്മി അല്ലെങ്കിൽ ഉള്ളവൻ അല്ലെങ്കിൽ ബൂർഷ്വാ അങ്ങനെയുള്ള ആളുകളൊക്കെ എല്ലാവിധ തിന്മകളുടെയും പ്രതീകം. എന്നാൽ തൊഴിലാളി ഇല്ലാത്തവൻ
കൊടിയ എല്ലാ നന്മകളുടെയും പ്രതീകം. അതുകൊണ്ട് ഈ തിന്മയുള്ളവരെ ബീഭത്സവൽക്കരിച്ച് അവതരിപ്പിച്ചു, ഈ ആളുകളെ മഹത്വവൽക്കരിച്ച് അവതരിപ്പിച്ചു. തകഴി പോലും അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ സാഹിത്യത്തിൽ ഇത് കുറച്ചു കാലം കഴിഞ്ഞു. സോവിയറ്റ് യൂണിയൻ ഒക്കെ തകർന്നു തുടങ്ങിയപ്പോൾ ഒന്ന് മാറ്റിപ്പിടിച്ചു. ബന്ധം ഇങ്ങനെയാണ്: സവർണൻ എല്ലാവിധ തിന്മകളുടെയും പ്രതീകം, അവർണൻ എല്ലാവിധ നന്മകളുടെയും പ്രതീകം. അവരെന്ത് ചെയ്താലും നന്മയാണ്, സവർണൻ എന്ത് ചെയ്താലും തെറ്റാണ്. പുരുഷൻ എല്ലാവിധ തിന്മകളുടെയും കൂടാരം, സ്ത്രീ എല്ലാവിധ നന്മകളുടെയും എല്ലാവിധത്തിന്റെയും പ്രതീകം. വികസനം എല്ലാവിധത്തിലുമുള്ള എതിർപ്പിന്റെ കേന്ദ്രം, പരിസ്ഥിതി എല്ലാവിധ സംരക്ഷണത്തിന്റെയും കേന്ദ്രം. അങ്ങനെ വന്നപ്പോൾ കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് സ്വത്വവാദം വന്നപ്പോഴേക്ക് അത് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നായി മാറി. ഭൂരിപക്ഷം എല്ലാ തിന്മകളുടെയും ഉറവിടം, ന്യൂനപക്ഷം എല്ലാ നന്മകളുടെയും ഉറവിടം എന്നായി മാറി. അതുകൊണ്ട് തന്നെ മാധവൻ ഹിഗ്ഗിറ്റ എന്ന കഥ എഴുതിയപ്പോൾ ആ കഥയിൽ വിദ്യനായി വന്നത് ഒരു ജബ്ബാറാണ് എന്നതുകൊണ്ട് ജബ്ബാർ എന്ന് പറയുന്നത് നമ്മുടെ സ്വത്വവാദ രാഷ്ട്രീയത്തിനെതിരാണ്, നമ്മുടെ ഇപ്പോഴത്തെ സാഹിത്യ കാഴ്ചപ്പാടിനെതിരാണ്. അതുകൊണ്ട് മാധവേട്ടൻ അതൊന്ന് മാറ്റിപ്പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, ഞാനൊരു വർഗീയവാദിയല്ല, ഞാനൊരു മതേതരവാദിയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുകയാണ് NS മാധവൻ ഉണ്ടായത്. സന്തോഷ് ചിക്കാനം ബിരിയാണി എന്ന് പറയുന്ന ഒരു കഥ എഴുതിയപ്പോൾ ആ ബിരിയാണി നഷ്ടപ്പെടുത്തുന്ന ചില കഥാപാത്രങ്ങൾ, ഭക്ഷണം നഷ്ടപ്പെടുത്തുന്ന ചില കഥാപാത്രങ്ങൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ബിരിയാണി കഥ ഈ പറഞ്ഞ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയത്തിനെതിരാണ്, അതുകൊണ്ട് കഥ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഇച്ചിക്കാനം പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ മതേതരവാദിയാണ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനൊരു വർഗീയവാദിയല്ല എന്ന് പറഞ്ഞു. സുഭാഷ് ചന്ദ്രൻ കടുങ്ങല്ലൂർ എന്ന് പറയുന്ന സാഹിത്യകാരന് തപസ്യ സാഹിത്യവേദി പുരസ്കാരം കൊടുത്തപ്പോൾ അത് അദ്ദേഹം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ ബഹിഷ്കരിക്കണം, അദ്ദേഹം വർഗീയവാദിയാണ് എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, ഞാനൊരു മതേതരവാദിയാണ്, എന്നെ നിങ്ങൾ വർഗീയവാദിയാക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു മാതൃഭൂമിയില് ഒരു പാവപ്പെട്ടവൻ, ഒരു ഹരീഷ് എന്ന് പറഞ്ഞൊരു സാഹിത്യകാരൻ ഒരു മീശ എന്ന നോവൽ എഴുതിയപ്പോൾ ഇവിടെ എന്തൊക്കെ പുകിലുകൾ ഉണ്ടായപ്പോഴും, ഇവിടുത്തെ പുകിലുകൾ അങ്ങേറ്റമായപ്പോഴും ഹരീഷ് പറഞ്ഞില്ല, ഞാൻ മതേതരവാദിയാണ് എന്ന്. ഞാൻ മതേതരവാദിയാണ് എന്ന് പറഞ്ഞ് ആ ഒരു എന്റെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ട ഗതികേട് ഹരീഷിനുണ്ടായില്ല. ദുർഗാദേവിയെ നഗ്നയായി ചിത്രീകരിച്ചപ്പോൾ M. ഹുസൈനും പറഞ്ഞില്ല, ഞാൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞില്ല. പെരുമാൾ മുരുകനും പറഞ്ഞില്ല, ഞാൻ എന്താണ് മതേതരവാദിയാണ് എന്ന് പറഞ്ഞില്ല. സൽമാൻ റുഷ്ദിക്ക് സ്വന്തം കണ്ണുപോലും നഷ്ടപ്പെട്ടു പോയി. എന്താണ് സാഹിത്യത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഇതിനെയും ബാധിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവിടെ ചില ചില ദ്വന്ദ്വങ്ങളെ വെച്ചുകൊണ്ട് ഭാഷയിലേക്ക്, സംസ്കാരത്തിലേക്ക്, സാഹിത്യത്തിലേക്ക് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില വൈദേശിക കാഴ്ചപ്പാടുകളും സാംസ്കാരികമായ പ്രവാഹങ്ങളും. അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നത്, അതിനെ പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം? ഭാഷ കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം തുഞ്ചത്തെഴുത്തച്ഛൻ മഹാഭാരതം കിളിപ്പാട്ട്, രാമായണം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തന എല്ലാം എഴുതുന്ന സമയത്ത് ഇവിടെ ഒരു ആധിപത്യത്തിന്റെ കാലഘട്ടമായിരുന്നു. 1498 വാസ്കോഡഗാമ കാപ്പാട് കടപ്പുറത്ത് കാല് കുത്തിയതിനു ശേഷം പോർച്ചുഗീസുകാരും പിന്നീട് ഡച്ചുകാരും പിന്നീട് മറ്റു വൈദേശിക ആളുകളും ഈ കേരള നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള ക്രൂരമായ നരമേധങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ജനത സ്വധർമ്മത്തെയും സ്വസംസ്കാരത്തെയും സ്വഭാഷയെയും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള വൈഷമ്യത്തിലാണ്ട് ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ശിരസ് കുനിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ചാട്ടുളികൾക്കും ചാട്ടവാറിനും കീഴിലാണ്ട് ജീവിക്കേണ്ട ഗതികേട് വന്നപ്പോൾ സ്വധർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് പരധർമ്മത്തിലേക്ക് ആളുകൾ ചേക്കേറാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ ജനതയെ ഈ സാംസ്കാരിക അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അതിൽ നിന്ന് സുരക്ഷിതമാക്കുവാൻ വേണ്ടി സാക്ഷാൽ പൂന്താനം, മേൽപ്പത്തൂര്, വില്യമംഗലം, അതുപോലെ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാര് അടങ്ങിയ ആളുകൾ സ്വീകരിച്ചത് ഭക്തിയുടെ മാർഗമായിരുന്നു, സാഹിത്യത്തിന്റെ മാർഗമായിരുന്നു, കാവ്യത്തിന്റെ മാർഗമായിരുന്നു. ആ എഴുത്തിലൂടെയാണ് ഭക്തിയിലേക്ക് നയിച്ച ഈ സംസ്കൃതി
മുച്ചൂടും നശിച്ചു പോകാതെ, ഈ സംസ്കാരം ഒലിച്ചു പോകാതെ അതിന് വേരുകളായി നിൽക്കേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന ബോധ്യമുണ്ടാക്കി കൊടുത്ത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ, സ്വധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി മരണം നേരിട്ടുവെങ്കിലും ആ മരണം പോലും ശ്രേയസ്കരമാണ് എന്ന ഗീതാവാക്യത്തെ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഇവിടെ ഈ സംസ്കാരത്തിന്റെ വെളിച്ചം വീച്ചി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും പൂന്താനവും ഭാരത മഹിമ പാടിക്കൊണ്ട് സാക്ഷാൽ പൂന്താനവും അതുപോലെ വില്യമംഗലവും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും അടക്കമുള്ള കുഞ്ചൻ നമ്പ്യാരും അടക്കമുള്ളവർ ഈ ഭാഷയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചത്. അതിന്റെ ഭാഗമായിരുന്നു സാക്ഷാൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ ആരംഭിച്ച പള്ളിക്കൂടങ്ങള്, ജാതിഭേദമില്ലാതെ എല്ലാവർക്കുമുള്ള വിദ്യാഭ്യാസം, രാമായണത്തിന്റെയും മറ്റ് കിളിപ്പാട്ട് സാഹിത്യത്തിന്റെയും രചന, ഹരിനാമ കീർത്തനത്തിന്റെ ആ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനുടെ കണ്ണായി നിന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമ. എന്താ അർക്കൻ, സൂര്യൻ, അതുപോലെ തീ തുടങ്ങിയവയൊക്കെ എന്നീയ വെളിവൊക്കെ ഗ്രഹിക്കുന്ന കണ്ണ്, അത് നമ്മൾ കണ്ണുകൊണ്ടാണ് കാണുന്നത്. ആ കണ്ണുകൊണ്ട് കാണുന്ന കണ്ണെന്താണ്? അങ്ങനെ കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് കണ്ണിന് അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള കണ്ണായി നിൽക്കുന്നത് എന്താണ്? മനസ്സാണ്. അങ്ങനെയുള്ള മനസ്സിന്റെ കണ്ണായി നിൽക്കുന്നത് ആരാണ്? അത് ആ മനസ്സിന്റെ കണ്ണായി നിൽക്കുന്ന പൊരുൾ അത് ആത്മാവാണ്. താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. ആ കണ്ണായി നിൽക്കുന്നത് താൻ കാണുന്നതൊക്കെ എന്താണെന്ന് വ്യതിരിക്തമായി വേർതിരിച്ചറിയാൻ നമ്മെ പ്രാപ്തമാക്കുന്ന മനസ്സിന്റെ കണ്ണായി നിൽക്കുന്ന ആത്മാവാണ് ഞാൻ എന്ന ബോധമുണ്ടാകുമ്പോൾ. അങ്ങനെയുള്ള ബോധമുണ്ടാകുകയാണ് നമുക്ക് വേണ്ടത്. ഇനി അങ്ങനെ ബോധമുണ്ടാകുമ്പോൾ എന്ത് വേണം? ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോണായിക വേണമിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അങ്ങനെ ഞാൻ ആത്മാവാണെന്ന് തോന്നുമ്പോൾ ഞാൻ എന്തോ ആണ്, ഞാൻ എന്തോ കേമമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ന ഭാവം അങ്ങ് വർദ്ധിച്ചു വരികയാണെങ്കിൽ അപ്പോൾ നാം ചിന്തിക്കണം, ഞാനെന്ന ഭാവം എനിക്ക് തോന്നായിക വേണമേ. എനിക്ക് അങ്ങനെ ഒരു തോന്നലേ ഉണ്ടാവരുത് ഭഗവാനെ. അങ്ങനെ ഇനി എങ്ങാ എന്റെ ഉള്ളിൽ അത് തോന്നുന്നതാകിൽ എന്ത് ചെയ്യണം? ഞാൻ മാത്രമല്ല കാണുന്നതാകിലഖിലം. ഞാൻ ഈ കാണുന്നതൊക്കെ എന്താണ്? ഞാൻ തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ. ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ്, കാണുന്നതൊക്കെ ഞാൻ തന്നെയാണ്. ഞാൻ എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും പ്രസ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വര ചൈതന്യമെന്നാണ്. ലോകത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവസ്പന്ദനം അതീശ്വരനാണ്, അത് ആത്മാവാണ്. അതെന്നിലും നിന്നിലും പുഴുവിലും എല്ലാം ഒന്നായി നിന്ന് നിലകൊണ്ട് അതിനെയെല്ലാം ചലനാത്മകമാക്കുന്നു, ജീവസുസ്ഥരാക്കി മാറ്റുന്നു എന്ന സത്യം തിരിച്ചറിയുമ്പോൾ ഞാനില്ല, നീയില്ല, കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന എന്തിനു നാം വൃഥ. കൃഷ്ണ കൃഷ്ണ അല്ലേ? പൂന്താനം പാടി കൂടിയല്ല പിറക്കുന്ന. നമ്മൾ 5-6 പേരെ ഒരുമിച്ച് കൂടിയല്ലോ ജനിച്ചത്. പിറക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക, പോണ സമയത്ത് എന്നാ എന്റെ ഭാര്യ ആയോണ്ട് ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അച്ഛ ഒരു കൂടെ, അമ്മയെ കൂടെ വരൂ, എന്റെ പ്രിയ കൂട്ടുകാരനായിരുന്നില്ലേ നീ, എന്റെ ചന്ദ്രനോലെ നീ എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ചിതയിലേക്ക് ആരെയും കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും. ഇനി അതിന്റെ ഇടയില് മധ്യല്ലേ, മധ്യേ ഇങ്ങനെ നിൽക്കുന്ന നേരത്ത്, ഇടയില് ഈ മരണത്തിനും ജനനത്തിനും ഇടയിലുള്ള ഈ ജീവിതമുണ്ടല്ലോ, ആ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ബീവറേജിന്റെ ക്യൂവിലല്ല, ഇടയിൽ നിൽക്കുന്ന സമയത്ത് നമ്മള് മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ. ഞാൻ കേമൻ, നീ മോശം, ഞാൻ വെളുത്തവൻ, നീ കറമ്പി, ഞാൻ പണ്ഡിതൻ, നീ പാമരൻ, ഞാൻ സമ്പന്നൻ, ഞാൻ ഇല്ലാത്തവൻ, നീ
കോങ്കണ്ണൻ, നീ നല്ല കണ്ണൻ എന്ന് പറഞ്ഞ് എന്തിനാണ് നാം ഇങ്ങനെ പരസ്പരം മത്സരിക്കുന്നത്? നാം എല്ലാം ഒന്നല്ലോ, നാം എല്ലാം ഒന്നിൽ നിന്ന് വന്നല്ലോ, നാം എല്ലാം ഒന്നിലേക്ക് മടങ്ങുന്നല്ലോ, വേറിട്ടതാകുന്നതില്ലല്ലോ, ഞാനും നീയും ഒന്നാണല്ലോ. ഈ സത്യസമത്വത്തിന്റെ സന്ദേശം എല്ലാ ജാതിഭേദങ്ങളെയും എല്ലാ ഭേദഭാവനകളെയും ഇല്ലാതാക്കിക്കൊണ്ട് സമത്വത്തിന്റെ സന്ദേശം നൽകി നമ്മയെല്ലാം ഒരുമിപ്പിച്ചു നിർത്തിയ ഈ ആചാര്യന്മാർ അവരുടെ കൃതികളെ കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് ഈ മഹത്തായ സന്ദേശങ്ങളാണ്. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക, അവർ നൽകിയ സന്ദേശത്തെ അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്നതാണ് നമ്മുടെ ദൗത്യം. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലോ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കിരാതമർദ്ദന മുറകൾ കടിമപ്പെട്ടുകൊണ്ട് സങ്കടകരമായ ജീവിതം നയിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്, സ്വത്വത്തിന്, സ്വന്തം മോചനത്തിന് വേണ്ടി പടപൊരുതിക്കൊണ്ടിരിക്കുന്ന സമയത്തോ സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടി ഇവിടുത്തെ ഈ വലിയ സാംസ്കാരിക അധിനിവേശം, ബ്രിട്ടീഷ് അധിനിവേശം ഉണ്ടായപ്പോഴും പടപൊരുതാൻ ഭാഷയായിരുന്നു കൈമുതലായിട്ട് നമുക്കുണ്ടായത്. വന്ദേ മാതരം എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് ആയിരത്താണ്ടുകളായി ആയിരത്താണ്ടുകളായിട്ട് ചാരം മൂടിക്കിടന്നിരുന്ന ആത്മാഭിമാനത്തിന്റെ കനലുകളെ ഊതി അകറ്റിക്കൊണ്ട് അതിനെ അഗ്നിസ്ഫുലിംഗങ്ങളാക്കി മാറ്റി ആ ജനതയെ മുഴുവൻ ആൺപെൺ ഭേദമില്ലാതെ, ആബാലവൃദ്ധം ഭേദമില്ലാതെ ഇവിടുത്തെ ജനതയെ ബ്രിട്ടീഷ് എന്ന വരപ്പന്റെ പരമാധികാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഞാൻ മരണത്തിന്റെ ഈ ഏത് കഴുമരത്തിലേക്ക് നടന്നെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ ഓരോരുത്തർക്കും കരുത്തു നൽകിയത് ആനന്ദമഠം എഴുതിയ ബങ്കിമചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം എന്ന നോവലിലെ വന്ദേ മാതരം എന്ന ഒരൊറ്റ വാക്കാണ്. ആ വന്ദേ മാതരം എന്ന കവി ദർശനത്തിന്റെ വാക്ക് ഒന്നു മാത്രം മതി ഈ സ്വാതന്ത്ര്യ സമര ചരിത്ര രണവീഥികളെ മുഴുവൻ അഭിമാന പുളകിതമാക്കിയ ആ ഗാഥകളെ മുഴുവൻ നമുക്ക് സ്മരിക്കുവാൻ. ഇവിടെ വള്ളത്തോള് അഭിമാനമൊക്കെ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. കേരളം എന്ന് കേട്ടാൽ മാത്രം ചോര ഞരമ്പുകളിൽ ഇങ്ങനെ തുടിച്ചാ പോരാ, ഇത് കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് പലപ്പോഴായിട്ട് ഇത് കേരളമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ പോരാ. കേരളത്തിന് മാത്രമായിട്ടുള്ള ഒരു അഭിമാനമില്ല, കേരളത്തിന് മാത്രമായ അഭിമാനമില്ല. ആദ്യം കവി പറഞ്ഞു ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഭാരതം എന്ന പേർ കേട്ട് അഭിമാനപൂരിതമായി ത്രസിച്ച് തുടിച്ചു നിൽക്കുന്ന ഹൃദയത്തിൽ എന്തും കൂടെ ഉണ്ടായാൽ കൊള്ളാം, കേരളം എന്ന പേർ കേൾക്കുമ്പോൾ ഒന്ന് രക്തം തിളച്ചാൽ കൊള്ളാം, മറ്റതായിട്ട് വേണം ഇത്. ആദ്യം രക്തത്തിളപ്പല്ല കവി പറഞ്ഞത്. അപ്പോൾ ഏത് സംസ്കാരമാണ് നമ്മുടേത് എന്ന് തിരിച്ചറിയാൻ യാതൊരു മടിയുമില്ല. അതുകൊണ്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള ആ ആളുകളെ മുഴുവൻ നമ്മള് സാംസ്കാരികമായ അധിനിവേശം നടത്തിയിട്ടുള്ള ആളുകളെ മുഴുവൻ സ്വീകരിച്ചതിന്റെ, ലയിപ്പിച്ചതിന്റെ ഒക്കെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ആയിരത്താണ്ടുകൾക്ക് മുമ്പ്, ഏതാണ്ട് 1200 1500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതത്തെ ആക്രമിച്ച ഹൂണന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. ഈ ഹൂണന്മാർ വെട്ടുകിളിക്കൂട്ടങ്ങളെ പോലെയാണ്. ബാഹുബലിയില് ആ രാജ്യം ആക്രമിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, അവരെ പോലുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ വെട്ടുകിളിക്കൂട്ടങ്ങളെ വയലിൽ വന്നാൽ പിന്നെന്ത് ബാക്കിയുണ്ടാവും? ആ അവസ്ഥയാണ് അവിടെ വന്ന് ഇറങ്ങിയാൽ ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകളെ ഭയന്നുകൊണ്ടാണ് ചൈന, അവരുടെ ചൈന രാജ്യക്കന്മാര് ചൈനീസ് വൻമതിലെ 1 നൂറ്റാണ്ട് കൊണ്ട് പടുത്തു ഉയർത്തിയത്. നമ്മുടെ രാജാക്കന്മാര് ചൈനീസ് വൻമതിലൊന്നും പടുത്തു ഉയർത്തില്ല. മക്കളെ കടന്നുവാണ്, കേറിവാണ് മക്കളെ എന്ന് പറഞ്ഞു. ആര്? നമ്മുടെ യശോധർമ്മൻ, നമ്മുടെ നരസിംഹഗുപ്തൻ, ഗുപ്ത സാമ്രാജ്യത്തിലെ ഗുപ്ത രാജാവ്, യശോധർമ്മ രാജാവ് രണ്ടുകൂടും കൈകൾ കോർത്തു പിടിച്ച് കേറിവാണ് മക്കളെ എന്ന് പറഞ്ഞ് അവരെ നേരിട്ടു. അവരെ നേരിട്ടെന്ന് മാത്രമല്ല, ഹൂണന്മാരെ നിഖിലകുലന്റെ നേതൃത്വത്തിൽ കടന്നു വന്ന ഹൂണന്മാരെ മുച്ചൂടും നശിപ്പിച്ച് പരാജയപ്പെടുത്തി തറ പറ്റിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ തറ പറ്റിച്ചവരൊന്നും ആ നാട് വിട്ട് അല്ലെങ്കിൽ ഭാരതം വിട്ട്
വിട്ട് തിരിച്ചു പോയില്ല. അവർ നോക്കിയപ്പോൾ അവരുടെ കാടൻ സംസ്കാരത്തെക്കാൾ പ്രാകൃത സംസ്കാരത്തെക്കാൾ കേമമാണ് ഇവിടുത്തെ ഭാഷയും സംസ്കാരവും. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, ഇനി വന്ന നാട് പോട്ടെ, ചെന്ന നാട് എന്റെ നാട് എന്ന് തീരുമാനിച്ച് ഈ ഭാരതത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചു. അവരാണ് ഇന്ന് നാം കാണുന്ന രണവീരന്മാരായ രണശൂര പരാക്രമികളായ രജപുത്രന്മാർ. രജപുത് എന്ന് പറയുന്ന രജപുത്രന്മാർ, പോരാട്ട വീര്യമുള്ളവർ. അവർ ഈ ഹൂണന്മാരുടെ പിൻതലമുറ. അതുകൊണ്ട് എത്ര വലിയ കരുത്തോടുകൂടി ഏത് ശക്തികളും സാംസ്കാരിക അധിനിവേശം ഈ മണ്ണിൽ നടത്തിയാലും ഇവിടെ സങ്കര സംസ്കാരം ഉണ്ടാവുകയില്ല. ഇവിടെ നിന്നാണോ ഗംഗ ഉത്ഭവിച്ചത് അവസാനിക്കുന്നിടത്തും അത് ഗംഗ തന്നെയാ. ഭാഗീരഥി വരുന്നുണ്ട്, അളകനന്ദ വരുന്നുണ്ട്, മറ്റു പല നദികളും വരുന്നുണ്ട്. ഇതൊക്കെ വന്നു ചേർന്നിട്ടോ ഗംഗയുടെ പേര് മാറിയില്ല. രാമൻ കൃഷ്ണന്റെ രക്തം സ്വീകരിച്ചു. രാമന് വയ്യാണ്ടായപ്പോ കൃഷ്ണന്റെ ശരീരത്തിൽ അത് ചേർന്നപ്പോ പിന്നെ അത് രാമന്റെ രക്തമല്ല, അത് കൃഷ്ണന്റെ രക്തം തന്നെയാണ്. അതുപോലെ പലരും വന്നു ചേർന്നിരിക്കാം, പക്ഷെ ഈ സംസ്കാരം ഗംഗ ഒഴുകിക്കൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം എവിടെയാണ് തേടേണ്ടത് എന്ന് ചിന്തിക്കുന്നവർക്ക് ഉത്തരവായിക്കൊണ്ട് ഞാൻ ആരംഭത്തിലെ സൂചിപ്പിച്ച സാക്ഷാൽ പി കുഞ്ഞിരാമൻ നായരുടെ കുറച്ച് വരികൾ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാം. എവിടെയാണ് നമ്മുടെ പാരമ്പര്യവും പൈതൃകവും തേടേണ്ടത് എന്ന് സംശയിക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ കൽക്കലാണ്. അദ്ദേഹം പറഞ്ഞു, കോട്ടയം നാട്ടിലെ ശ്രീ പോക്കലി ദേവിയുടെ തിരുനടയിൽ നിന്നും മുതിലേരി പടവാൾ വയനാടൻ ചുരമിറങ്ങി പറന്നു വന്നെത്തുന്ന കൊട്ടിയൂർ പെരുമാളുടെ വരപ്രസാദത്തിൽ നിന്നാണ് വിശ്വവിഖ്യാതമായ കേരളീയ നൃത്തകലയുടെ വീരമംഗളധ്വനി മുഴങ്ങിയത്. പ്രശാന്ത ഗംഭീരമായ കുടജാദ്രി കൊടുമുടിയിൽ നിന്നാണ്, പുണ്യ സലിലയായ സൗപർണി തീരത്തു നിന്നാണ് ശ്രീശങ്കര ഭഗവത് പാദരുടെ ഭക്തി സൗന്ദര്യ ലഹരി കരുപൊട്ടി പ്രവഹിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നാണ് മേൽപ്പത്തൂരായി ശ്രീനാരായണ ജ്യോതിർലിംഗത്തിൽ അവതരിച്ചത്. കടലായി കൃഷ്ണന്റെ മുരളീഗാനത്തിൽ മുങ്ങിപ്പൊങ്ങിയപ്പോഴാണ് ചെറുശ്ശേരി നമ്പൂതിരിക്ക് മഹാകാവ്യഗാഥ തോന്നിയത്. ലോകനാർക്കാവിലമ്മ ആദ്യന്തം മഞ്ഞ കിളിക്കോളത്തിൽ പ്രത്യക്ഷമാകുമ്പോഴാണ് തച്ചോളിയൊതേനക്കുറുപ്പ് അങ്കക്കലിപ്പൂണ്ട് പുലിച്ചാട്ടം ചാടുന്നത്. സംശയിക്കേണ്ട, ഇവിടെയാണ് നമ്മുടെ പൈതൃകം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭാഷ നങ്കൂരമിട്ടുറപ്പിച്ചിരിക്കുന്നത്. നന്ദി, നമസ്കാരം.